ഇസ്ലാം സ്ത്രീയെ കേവലമായ ലൈംഗിക ഉപകരണമായിട്ടാണ് കാണുന്നത് എന്നതിന് ഒരുപാട് തെളിവുകളൊന്നും ആവശ്യമില്ല. ഇസ്ലാമിനെ കുറിച്ച് സാമാന്യമായിട്ട് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും, വസ്തുനിഷ്ഠമായി അതിനെ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും, ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ പുരുഷൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന്, പുരുഷൻ്റെ ആഗ്രഹ സാഫല്യത്തിന്, പുരുഷൻ്റെ ത്വരകൾ ശമിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വില കൊടുത്ത് തിരഞ്ഞെടുക്കാവുന്ന, തൻ്റെ കീഴിൽ തന്നെ അനുസരിച്ച് അവരുടെ ജീവിതവും ജീവൻ എന്ന് പറയേണ്ട, അവരുടെ ജീവിതവും അഭിമാനവും വ്യക്തിത്വവും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത്, അവരുടെ ശരീരത്തിൻ്റെ അവകാശം പോലും പൂർണ്ണമായി ഭർത്താവിന് കീഴ്പ്പെടുത്തി കൊടുത്ത് അങ്ങനെ ജീവിക്കേണ്ടുന്ന ഒരു ഉപകരണമായിട്ടാണ് സ്ത്രീയെ പരിഗണിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പൊതുവെ സ്ത്രീ എന്ന് പറയുന്നത് കേവലമായ ലൈംഗിക വസ്തുവും കേവലമായ കുട്ടികളെ പെറ്റുപോറ്റുക എന്നതിനു വേണ്ടി പുരുഷൻ ഉപയോഗിക്കാവുന്ന ഒരു പേറ്റ് യന്ത്രവുമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാം കാലം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരോട്, അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ മതവിഭാഗങ്ങളിലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയും സ്ത്രീകൾ ഇതിന് ഒരേ സമാനമായിട്ടുള്ള രീതിയിലുള്ള പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ പല പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലം മാറി, ലോകം മാറി, മനുഷ്യർ മാറി, മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ മാറി, ലൈംഗികമായ ലിംഗവിവേചനത്തിനെതിരായിട്ടുള്ള ബോധം മനുഷ്യർക്കുണ്ടായി, തുല്യതാബോധമുണ്ടായി, തുല്യ അന്തസ്സും അവകാശങ്ങളും, ലിംഗം, ജാതി, മതം, വർഗം, വർണ്ണം, ദേശം, ഭാഷ തുടങ്ങിയിട്ടുള്ള വിവേചനങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഓരോ മനുഷ്യനും ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ടെന്നും അവരുടേതായിട്ടുള്ള അന്തസ്സുണ്ടെന്നുമുള്ള ബോധ്യത്തിലേക്ക് വന്നപ്പോൾ, എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായിട്ട് മനുഷ്യർ മൂല്യങ്ങൾ മാറി വന്നപ്പോൾ, ആ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ആവാതെ ഈ പറയപ്പെടുന്ന കിതാബും കെട്ടിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ് മുസ്ലിം പണ്ഡിത സമൂഹം എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. പരമാവധി റെസിസ്റ്റ് ഒരു ഘട്ടവും ഒരു സാധ്യതയുമില്ലാത്ത സമ്പൂർണമായ കീഴടങ്ങലിൻ്റെ ഘട്ടത്തിൽ മാത്രം അനിവാര്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ എന്ന പേരിൽ മാത്രമാണിവർ മനുഷ്യൻ്റെ അവകാശങ്ങളെ പരിഗണിച്ചിട്ടുള്ളത്. അപ്പം മാത്രമാണ് പരിവർത്തനങ്ങൾ സാധ്യമായിട്ടുള്ളത്. നമ്മൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതം നോക്കി കാണുമ്പോൾ, ഇന്ന് മുസ്ലിം സമൂഹം ആർജിച്ചിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾ ആർജിച്ചിട്ടുള്ള അവകാശങ്ങളൊക്കെ കാലത്തിൻ്റെ മുന്നേ സഞ്ചരിച്ച് നേടിയതല്ല. ഒരുപാട് കാലം പുറകിലോട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം സമൂഹം പൊതുവിൽ മുന്നോട്ട് പോവുകയും ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അകത്തുനിന്നും പുറത്തുനിന്നുണ്ടായിട്ടുള്ള സാമൂഹിക സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഇസ്ലാമിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ കിതാബും കെട്ട് എല്ലാ കാലത്തേക്കുള്ളതാണ് എന്ന് വാശി പിടിക്കുന്നവർ ഇനിയും ആ നൂറ്റാണ്ടിൽ എങ്ങനെയാണോ, 7-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ഇതിനെയൊക്കെ മനസ്സിലാക്കുകയും അതുപോലെ മൂല്യങ്ങൾ പുനർനിർണ്ണയിക്കുകയും അതുപോലെ നമ്മൾ ധാർമ്മികത പുനഃസ്ഥാപിക്കുകയും അതുപോലെ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി മതഭ്രാന്ത് തലയിൽ കയറിയിട്ട് കോളേജിൻ്റെ വരാന്തയിലും റോട്ടും വക്കിലും ബീച്ചിലും കറങ്ങി നടക്കുന്ന ചില മതഭ്രാന്തന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ആ മതഭ്രാന്ത് തലയിൽ കയറിയിട്ട് നാട് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുന്തിയ വിഭാഗം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ആ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഏറ്റവും വീര്യം കൂടിയ, പ്രഹരശേഷി കൂടിയ പുതിയ തലമുറയിലെ ന്യൂജൻ ദഅ്വ കൂട്ടത്തെയാണ് നമ്മൾ ഇന്നിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അവർ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീകളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ഇസ്ലാമിൻ്റെ സ്ത്രീകളോടുള്ള നിലപാടുകൾ എങ്ങനെയാണ് അവർ വക്രീകരിക്കുന്നത്, അതിനുവേണ്ടി അവരെങ്ങനെയാണ് സമൂഹത്തിൻ്റെ പുരോഗതിയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് സ്ത്രീ സമൂഹം ഇന്നോളം നേടിയിട്ടുള്ള മുന്നേറ്റത്തെ അവർ നിരാകരിക്കാൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി അവർ എന്തൊക്കെ നുണകളാണ് പറയുന്നത്, ഖുർആനിൽ നമ്മൾ പറയുന്നത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ നുണകളാണ് പറയുന്നത്, ഖുർആനിനെ അവരെങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്, ചോദ്യം ചോദിക്കുന്ന ആളുകളെ അവരെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിശകലനമാണ് ഇവർ കോഴിക്കോട് ബീച്ചിൽ 26-ാം തീയതി നടത്തിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ സമഗ്രമായിട്ടുള്ള വിശകലനം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിലെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ, അതിന് മുന്നോടിയായിട്ട് ബാസിലിൻ്റെ മറ്റൊരു പ്രോഗ്രാമിലെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഈ മതഭ്രാന്തന്മാർ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ എന്ന് പറയുന്ന ഒരു സീരീസ് തുടങ്ങുകയാണ്. അതിൽ സ്ത്രീകളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീകൾ
നേരിടുന്ന അവകാശ നിഷേധത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിം പെൺകുട്ടി ആ സദസ്സിനോട് ചോദിച്ച ചോദ്യത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ നടത്തുന്ന മറുപടിയാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മതഭ്രാന്തന്മാർ തെരുവിലിറങ്ങി പറഞ്ഞുകൂട്ടുന്ന സ്ത്രീ വിരുദ്ധതയ്ക്കും മനുഷ്യത്വ വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾക്കും ഖുർആാനിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഖുർആാനിനെയും ഹദീസിനെയും ഇസ്ലാമിക നിയമങ്ങളെയും വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് അവർ ഇതിനെ പുട്ടിയടിക്കാൻ ശ്രമിക്കുന്ന ഈ പാശ്രമത്തെയും ഒക്കെ തുറന്നു കാണിക്കുക എന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഈ വിഷയത്തിൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇസ്ലാമിലെ മഹറാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് അതിലേക്ക് ഇത് ചേർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചതും മഹർ എന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ഇസ്ലാമിക വ്യവഹാരത്തെക്കുറിച്ചാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ വിശകലനത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മാത്രം ധാരാളം നിയന്ത്രണങ്ങൾ? പുരുഷന്മാർക്ക് ഇത്ര നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഇല്ല. സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡ്രസ്സ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തു പോകാനോ ഒറ്റക്ക് കഴിയുന്നില്ല. ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനോ അനുവാദമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് ബാധ്യതകളായി ജീവിക്കണം. ഇസ്ലാം ഒരു പുരുഷാധിപത്യ സിസ്റ്റം ആയതിനാലല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇസ്ലാം ഒരു പുരുഷാധിപത്യ സിസ്റ്റം അല്ലേ എന്നാണ് സഹോദരി ചോദിക്കുന്നത്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ എന്ന പേരിൽ പ്രചാരത്തിലുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകളെ ഒരു രണ്ടാം തര പൗരന്മാരായിട്ടല്ലേ പരിഗണിക്കുന്നത്? പുരുഷനും സ്ത്രീയും അവകാശങ്ങളുടെ കാര്യത്തിൽ വിവേചനം നേരിടുന്നുണ്ടല്ലോ. പുരുഷന്റെ മേലില്ലാത്ത തരം പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ആ വാക്ക് ശ്രദ്ധിക്കണം, നിയന്ത്രണങ്ങൾ മുസ്ലിം സ്ത്രീ നേരിടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്ത്രീയുടെ വസ്ത്രം തീരുമാനിക്കുന്നത് പുരുഷനാണ്. പക്ഷെ പുരുഷന്റെ വസ്ത്രം പുരുഷന് സ്വയം തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ സ്ത്രീ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തുപയോഗിച്ച് ചെയ്യണം എന്ന് തുടങ്ങിയുള്ള സകല കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് പുരുഷനാണ്. അത് ഇന്നലെ ബാസിൽ പറഞ്ഞതുപോലെ ഇത്രയും കാലം സംരക്ഷിച്ചു പിടിച്ച പിതാവാണ് ഒരു കാലഘട്ടം വരെയെങ്കിൽ അതിനുശേഷം പിതാവ് മഹർ എന്ന ഒരു ധനത്തെ മുൻനിർത്തി കൈമാറ്റം ചെയ്യുന്ന സ്ത്രീ ശരീരത്തിൻ്റെ മേൽ പിതാവിനില്ലാത്ത തരം ചില അവകാശങ്ങളുമായിട്ട് ഈ സ്ത്രീയെ പുരുഷൻ കീഴ്പ്പെടുത്തുകയും ആ പുരുഷനെ അനുസരിക്കുന്നവളാണ് ഏറ്റവും ഉത്തമയായ സ്ത്രീ എന്ന് ദൈവം വിധി എഴുതുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിക കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ സ്ഥാനം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം വിവേചനങ്ങൾ പലതരത്തിലും മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുന്നതല്ലേ എന്നൊക്കെ തരത്തിൽ എന്ന ഒരു രീതിയിലുള്ള ചോദ്യമാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യം ഓരോ മുസ്ലിം സ്ത്രീയും ഓരോ മുസ്ലിം പണ്ഡിതനോടും ഇസ്ലാമിക ഫിഖ്ഹി വ്യാഖ്യാതാക്കളോടും ഈ നരകത്തിലെ നാരിമാർ എന്ന് വയലു പറയുന്ന പോഴന്മാരോടും ഒക്കെ നിരന്തരമായിട്ട് ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം ഈ സീരീസിൽ നമ്മൾ മതഭ്രാന്തന്മാർ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ എന്ന സീരീസിലെ ഈ വീഡിയോയ്ക്ക് ശേഷം ഈ ചോദ്യം ചോദിക്കുന്നവരോട് ചോദിക്കുന്നവരോട് തട്ടിക്കയറുന്ന, അവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ആളുകൾ ചുറ്റും പാഞ്ഞെടുക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. ആ വീഡിയോ ലൈവ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ കലാപരിപാടികൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ വിശകലനം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെയാണ് കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. അല്ലാതെ അബ്ദുള്ള ബാസിലോ അല്ലെങ്കിൽ റഫീഖ് സലഫിയോ കാണിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു 2 മണിക്കൂർ വീഡിയോയിൽ നിന്ന് 10 സെക്കൻഡും 15 സെക്കൻഡും അടർത്തിയെടുത്തിട്ട് നുണ പ്രചരിപ്പിക്കലും നുണ പടച്ചുണ്ടാക്കലും അല്ല. നിങ്ങൾ പറഞ്ഞതിനെ സമഗ്രമായി നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വിടുവായത്തരങ്ങളും പൊള്ളത്തരങ്ങളും നിങ്ങൾ പറയുന്ന നുണയും കാപട്യവും മുഴുവൻ തുറന്നു കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റും സെന്റൻസും ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ പരമാവധി നമ്മൾ കേൾപ്പിക്കുക. ആവർത്തനമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കി ബാക്കി നിങ്ങൾ പറയുന്ന ആശയങ്ങൾ ഒന്നും ചോർന്നു പോകാതെ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളിവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വാദഗതികൾ അത് പൂർണ്ണമായി പ്രേക്ഷകരെ കേൾപ്പിച്ചുകൊണ്ട് അതിനോട് ഉള്ള പ്രതികരണമായിരിക്കും നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുതലായിരിക്കും. നിങ്ങൾ വിടുവായത്തരം ചുരുക്കി പറഞ്ഞാൽ മറുപടിയും ചെറിയ വീഡിയോകളിൽ വരും. നിങ്ങൾ വിടുവായത്തം നീട്ടിവലിച്ച് പരത്തി പറഞ്ഞാൽ നിങ്ങൾക്കുള്ള മറുപടി ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. നിങ്ങൾ പറയുന്ന ഈ മണ്ടത്തരങ്ങൾ ഇതിനെ പറയാൻ പറ്റില്ല. ശുദ്ധമായ കളവും കാപട്യവും മനുഷ്യരെ പറ്റിക്കുന്ന ഏർപ്പാടും ഈ സമൂഹത്തിൽ, ഈ നാട്ടിലെ മനുഷ്യർക്ക്, ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ചേരാത്ത പദപ്രയോഗങ്ങളും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ സമഗ്രമായിട്ട് തന്നെ തുറന്നു കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ സമയം എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. മറ്റൊരു കാര്യം, ഇങ്ങനെ ബീച്ചിൽ പോയി സാധാരണ ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് പൊതുസംവാദത്തിന് പൊതുവേദിയിലേക്ക് വരാത്തത് എന്ന്
മാലോകർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നതും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അബ്ദുള്ള ബാസിൽ പരസ്യ സംവാദത്തിന് ഇത്തരം ചോദ്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടി നെഞ്ചും പിരിച്ച് ബീച്ചിൽ കയറിയിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പൊതുവിടത്തിൽ ഈ വിഷയങ്ങൾ സമഗ്രമായി വ്യവസ്ഥാപിതമായ ഒരു സംവാദത്തിന് തയ്യാറായി വരാത്തത് എന്ന് വിശ്വാസികൾക്ക് കൂടി മനസ്സിലാവുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വിഷയങ്ങളൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടും. നിങ്ങളെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തെളിച്ച വഴിയെ വരുന്നില്ലെങ്കിൽ പോകുന്ന വഴിയെ ഓടിച്ചിട്ട് തെളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബീച്ചിൽ എന്താണ് നടന്നത്, എന്താണ് ബീച്ചിലെ ചോദ്യം, അതിനോടുള്ള പ്രതികരണം, ചോദ്യം നമ്മൾ കേട്ടു. ഇനി നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ആ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ നടന്ന ഒരു കലാപരിപാടി. ഈ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്റ്റേജിലിരിക്കുന്ന ബാസിൽ നിങ്ങൾ കുട നന്നായിക്കോളി, അല്ല ഇത് നന്നാക്കിയാൽ മതി എന്ന് മറ്റേ പറയാം. അപ്പോൾ നിങ്ങൾ ഇല്ല. അപ്പോൾ ആ രംഗം അതിന് കഴിഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് 6 സെക്കൻഡ് ആ ഒരു രംഗം ഉണ്ട്. ഒരു ചോദ്യം, അതായത് ഇസ്ലാമിക വിഷയത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ചോദ്യം, മുസ്ലിം പെൺകുട്ടികളെ കുറിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സദസ്സിൽ ഉത്തരം പറയാൻ മുട്ടിയിരിക്കുന്നവർ പരസ്പരം മൈക്ക് തട്ടി കളിക്കുന്ന ഏർപ്പാട്, അതിൽ ആ ചോദ്യം കേൾക്കുമ്പോൾ പല ആളുകളുടെയും മുഖത്ത് വന്ന ഭാവം, അതിന് ഉത്തരം പറയുന്ന ആൾ ഉത്തരം പറയുമ്പോൾ മറ്റ് ആളുകൾക്ക് ഇടക്കുണ്ടാവുന്ന ജാള്യത എന്ന് തുടങ്ങിയിട്ടുള്ള സകല സാധനങ്ങളും നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഈ വീഡിയോ കാണണം. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവരുടെ വാദഗതികൾ നമ്മൾ സൂക്ഷ്മമായിട്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അവർ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാത്തതുമായിട്ടുള്ള അബദ്ധത്തിൽ കടന്നുകൂടിയിട്ടുള്ളതുമായിട്ടുള്ള വസ്തുതകൾ നമ്മൾ ചുരണ്ടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ആ ഒരു രംഗം ഒന്ന് കണ്ടോളി. നിങ്ങൾ നന്നായിക്കോളി എന്ന് പറഞ്ഞ ഭാഗം. ആരെങ്കിലും ഒന്ന് പറയും, നിങ്ങൾ 3-4 ആളുണ്ടായിട്ട് UA കുട്ടികളുടെ രോമാഞ്ച കഞ്ചുകങ്ങളായിട്ടുള്ള 3 പേരാണ് 3 കളർ ഷർട്ട് സ്റ്റേജിൽ കയറി കുത്തിരിക്കണേ. ഉത്തരം പറയാൻ വിമർശകരുടെ വായടപ്പിക്കാൻ ഇത്രയും നല്ലൊരു ചോദ്യം ഒരു മുസ്ലിം സഹോദരി ചോദിച്ചിട്ട് ഇസ്ലാമിൻ്റെ മഹത്വം, ഇസ്ലാമിൻ്റെ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മാലോകർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഇതിലും നല്ലൊരു അവസരം നിങ്ങൾക്ക് കിട്ടാണ്ടോ? അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ആ ചോദ്യത്തിന് അത് ഞാൻ ഉത്തരം പറയാമെന്നൊരു മൈക്ക് വാങ്ങല്ലേ ചെയ്യുക. നമുക്ക് ആത്മവിശ്വാസം ഉണ്ട്, ഉത്തരം പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സദസ്സിൽ നിന്നൊരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് ഉത്തരത്തിന് വേണ്ടി നമ്മൾ മൈക്ക് പിടിച്ചു വാങ്ങല്ലേ ചെയ്യാം, അല്ലേ? അതിന് പകരം ഇത് നിങ്ങൾ ഉത്തരം പറഞ്ഞോളി, ഇനി ഇതൊക്കെ റെസ്പെക്റ്റ് ആണെന്നൊന്നും പറഞ്ഞ് വരരുത്. ഞങ്ങൾ ഈ പണ്ട് ഈ മൗലൂദിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മൗലൂദൊക്കെ ഓതിയുന്ന വീടുകളിൽ, സുന്നി വീടുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പം മഗ്രിബ് ഇഷാസ്കാരത്തിന് ശേഷം ചിലപ്പം മഗ്രിബിൻ്റെ അടിയിൽ മഗ്രിബിന് ശേഷം അല്ലെങ്കിൽ ഇഷാക്ക് ശേഷമൊക്കെ മൗലൂദിന് ചിലപ്പോൾ മൂല്യന്മാർ വരും. അപ്പോൾ മൗലിയന്മാർ ഇങ്ങനെ ഇരിക്കും, ഒരു വലിയ മൂല്യരുണ്ടാവും, പിന്നെ ചുറ്റിലും ചെറിയ മൂല്യർ കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരു മൂല്യർ ഇങ്ങനെ എന്താ പറയുക, കുറേ ആസീന സൂറത്തോ കാര്യങ്ങളൊക്കെ ഓതിയിട്ട് അവസാനം മൗലൂദ് ഓതാൻ വേണ്ടി സബീന എടുക്കും. അപ്പോൾ ഈ സബീനെ നിവർത്തിയിട്ട് മൗലൂദ് കൊണ്ട് ഓതിയിട്ട് മങ്കൂസ് മൗലൂദോ അല്ലെങ്കിൽ ഷറഫലാന മൗലൂദൊക്കെ ആണെങ്കിൽ അതിനെ ഹദീത്ത് എന്നാ പറയാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ ആ ഒരു 1-2 പേജൊക്കെ ഉണ്ടാവും. അതിങ്ങനെ വായിച്ച് കഴിഞ്ഞിട്ട് എന്താണ് സല്ലല്ലാഹു അലാ സയ്യിദിന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബൈത്താണ്. അപ്പോൾ ആ ബൈത്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു പ്രോസ് ഉണ്ടാവും. അപ്പോൾ അത് വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലേഖനം ഒരു എന്താ പറയുക, ഒരു ഹദീസ് പോലെ ഒരു ടെക്സ്റ്റ് വായിക്കാനുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് സബീൻ എങ്ങനെ, നിങ്ങൾ വായിച്ചോളി, നിങ്ങൾ തന്നെ വായിച്ചോളി, അപ്പോൾ ഇങ്ങോട്ട് കൊടുക്കും, നിങ്ങൾ വായിച്ചോളി എന്നിട്ട് പിന്നെ മൂല്യർ സ്വന്തമായിട്ട് വായിക്കും, അടുത്ത മൂല്യരാട്ടോ ഈ പറയണേ. അപ്പോൾ ഈ ജാതി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്താണെന്നുള്ള നാടകമൊന്നും വേണ്ട. സംഗതി മൂല്യന്മാർക്ക് അത് കുത്തിരുന്ന് വായിക്കാൻ വയ്യ. ബാക്കിൽ നിന്ന് നല്ല കോഴി ബിരിയാണിൻ്റെ അല്ലെങ്കിൽ തേങ്ങാച്ചോറിൻ്റെ മണം ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളിത് എന്ത് ലുലുമാണ് കാണിക്കുന്നത്. നല്ലൊരു ചോദ്യം കിട്ടിയിട്ട് നിങ്ങൾ എന്താ അങ്ങോട്ട് തട്ടി കളിക്കുക. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇന്ന് ഉത്തരം കേൾക്കാൻ പോകുന്ന അദ്ദേഹം, ആ മൈക്ക് ഏറ്റെടുത്തയാളുടെ പേര് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. റിസ്ട്രിക്ഷൻ എന്നുള്ളത് ഇസ്ലാമിൽ റിസ്ട്രിക്ഷൻസ് അല്ല, ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നിർബന്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ സ്ത്രീകൾക്ക് എന്ന പോലെ പുരുഷന്മാർക്കും ഉണ്ട്. എന്താ പോയി പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് ഇസ്ലാമിലുള്ള റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, പുരുഷന്മാർക്കില്ലാത്ത തരം നിയന്ത്രണങ്ങൾ സ്ത്രീകൾക്കുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉസ്താദ് പറയുന്നത് അത് നിയന്ത്രണങ്ങളല്ല, അത് ശരിക്കും നിയമങ്ങളാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. അല്ല എൻ്റെ ചങ്ങായെ, ഇസ്ലാമികമായ നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള നിയമത്തിൽ എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം, അല്ലേ? അങ്ങനെയല്ലേ ചോദിച്ചേ? എന്തുകൊണ്ടാണ് ഈ വിവേചനം എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന് പറഞ്ഞ ഉത്തരം അത് റെസ്ട്രിക്ഷൻ അല്ല, അത് വിവേചനമല്ല, പകരമോ അത് ചില നിയമങ്ങൾ. അല്ല എൻ്റെ കൂട്ടരെ, നിയമങ്ങളിൽ എന്തുകൊണ്ട് വിവേചനം എന്നാ ചോദിച്ചത്?
അപ്പൊ അദ്ദേഹം പറയാ അത് വിവേചനമല്ല, അത് നിയമമാണ്. എങ്ങനെയുണ്ട്? നിങ്ങളെ സമ്മതിച്ചിട്ട് നിങ്ങളെ അക്ബർ സാഹിബ് കാണണ്ട. അക്ബർ സാഹിബ് കണ്ട നിങ്ങളെ വിസ്ഡത്തിൽ നിന്ന് കൊത്തി നേരെ KNM കൊണ്ടുപോയിടും, അല്ലെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിൽ കൊണ്ടുപോയിടും. നിങ്ങൾ ശ്രദ്ധിച്ചാളി ഈ ജാതി മെയ്വഴക്കം അല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കോ, ചോദ്യത്തിന്റെ അവസാനം വരെ ഈ വിവേചനത്തെക്കുറിച്ച് ഒന്നും ഒരു വാക്ക് പറയുന്നില്ല. എന്ന് മാത്രവുമല്ല, ഈ വീഡിയോ ഭാഗം പ്രത്യേകമായിട്ട് ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സ് കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയാ, സഹതാപം കൊണ്ട് നമ്മൾ ഒന്നും അല്ലാണ്ട് ഇപ്പോൾ മാഷാ അല്ലാ സഹോദരിക്ക് ശരിയായ ഉത്തരം കിട്ടി, മാഷാ അല്ലാ ഉത്തരം കണ്ട് കണ്ണ് നിറഞ്ഞു എന്നൊക്കെ തുടങ്ങിയിട്ട് ഈ ഉത്തരം ഭയങ്കരമായിട്ടുള്ള ഉത്തരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരെ കണ്ടു ഞാൻ. അതൊരു വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. എന്തായാലും നമ്മൾ ഉത്തരത്തിലേക്ക് പോവാം. കമന്റ് ഒക്കെ നെഗറ്റീവായിട്ടുള്ള കമൻ്റൊക്കെ അവർ ഡിലീറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അവിടെ പോയാൽ പോസിറ്റീവായിട്ടുള്ള ഇത്തരം കമൻറ്റുകൾ മാത്രം കാണുന്നതായിരിക്കാം എന്നതാണ് എൻ്റെ ഒരു ആശ്വാസം. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുന്നില്ല. ഇനി ബാക്കി അത് രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമങ്ങൾ ഒരേപോലെ എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും പ്രകൃതം അനുസരിച്ചുള്ള നിയമങ്ങൾ, പുരുഷൻ്റെ പ്രകൃതം അനുസരിച്ചുള്ള നിയമങ്ങൾ പുരുഷൻ നിർവഹിക്കുന്നു, സ്ത്രീൻ്റെ പ്രകൃതം അനുസരിച്ചുള്ള നിയമങ്ങൾ സ്ത്രീകൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ വിഷയങ്ങൾ വന്നു. വസ്ത്രധാരണം, വിവാഹം, പിന്നെ പുരുഷാധിപത്യം, ഇങ്ങനെ കുറേ വിഷയങ്ങൾ വന്നു. ഓരോന്നും സെപ്പറേറ്റ് ഒരുപാട് പറയേണ്ടതാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ അതെ, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. വിവേചനം നിലനിൽക്കുന്നു എന്ന് ആ സഹോദരി വിചാരിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു. പക്ഷെ ഉസ്താദിന് അതിനൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഉസ്താദ് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു നോക്കിയത്. അപ്പോൾ അവരൊന്നും പറയണില്ല. പിന്നെ ഉസ്താദിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇത് ഇരുകാലുകൾക്കിടയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അരക്കെട്ടിലേക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തെ വരിഞ്ഞു കെട്ടാനുള്ള ശ്രമം നടത്തുക എന്ന ഏറ്റവും വൃത്തികെട്ട ഏർപ്പാടാണ് ഈ വിസ്ഡം മുജാഹിദുകളുടെ കയ്യിലാകെയുള്ളത്. എന്ത് പറഞ്ഞാലും അത് അരക്കെട്ടിലേക്ക് ചുരുക്കി കെട്ടുന്ന വൃത്തികേട്, അത് മാത്രമേ ഇയാൾക്കും വശമുള്ളൂ. അപ്പൊ ഈ സ്ത്രീകൾ ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക നിയമത്തിന് കീഴിൽ വിവേചനങ്ങൾ നേരിടുന്നു എന്നതിനെക്കുറിച്ച്, പുരുഷന് ഇല്ലാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, പുരുഷനാൽ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യം ഒരു മുസ്ലിം സ്ത്രീ ഇസ്ലാമിൽ അനുഭവിക്കുന്നു. അത് അവരുടെ അവരുടെ ജീവിതത്തെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ, അവരുടെ വ്യക്തിവികാസത്തെ ഒക്കെ ബാധിക്കുന്നു എന്ന ഒരു ആക്ഷേപം മുന്നോട്ട് വെക്കുമ്പോൾ ഇതിന് ഉത്തരം പറയാൻ കഴിയാതെ ഇദ്ദേഹം ഇതിനെ എല്ലാത്തിനെയും അരക്കെട്ടിലേക്ക് ചുരുക്കി കെട്ടാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഇവരുടെ കയ്യിലുള്ള ഏക തുറുപ്പ് ചീട്ടെന്ന് ആലോചിക്കാം. എന്ത് ചോദ്യം ചോദിച്ചാലും അത് ലൈംഗികതയിൽ കൊണ്ടുപോയി ചുരുക്കി കെട്ടുക. എന്നിട്ട് ഇതിന് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് വായ തുറന്നാൽ ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാം. ഇദ്ദേഹം എന്താ പറഞ്ഞത്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിയമമുണ്ട്. ശരിയുണ്ട്. ആ നിയമത്തിൽ എന്തിനാണ് വിവേചനം? അപ്പൊ അദ്ദേഹം പറയാണ് വിവേചനമല്ല, അത് ദൈവികമായ നിയമമാണ്. ദൈവികമായ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. പിന്നെ കഴിഞ്ഞില്ലേ? ഇനി എന്തുകൊണ്ടാണ് നിയമം? അതിനെ ന്യായീകരിക്കുകയാണ്. ആ ന്യായം എന്ന് പറയുന്നത് കേവലമായ ലൈംഗികതയിലേക്ക് ഇതിനെ ചുരുക്കി കാണിക്കലാണ്. എന്നിട്ട് ഇവരുടെ മതത്തിൽ പറയുന്ന ഈ ചില നിയമങ്ങൾ മാത്രമാണ് ലൈംഗിക സദാചാരത്തിന്റെ കേന്ദ്രം, ബാക്കിയുള്ളതൊക്കെ അരാജകത്വമാണ് എന്ന പാച്ച നുണ, ആളുകളിൽ ഭീതി പരത്താൻ വേണ്ടിയിട്ടുള്ള നുണ പറയുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. നമുക്ക് കേൾക്കാം. ഇപ്പോൾ പിന്നെ വിവാഹം വിവാഹം ഒരു ബയോളജിക്കൽ നീഡാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ബയോളജിക്കൽ നീഡാണ്. ആ ബയോളജിക്കൽ നീഡ് നമ്മളെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോഴാണ്. ആ പ്രായപൂർത്തിയാകുമ്പോൾ എല്ലാവരും ആ ഒരു സെക്ഷൽ ആയിട്ടുള്ള ബയോളജിക്കൽ നീഡ് നമ്മളെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും അത് പൂർത്തീകരിക്കപ്പെടുകയും വേണം. അതൊരു വല്ലാത്തൊരു കണ്ടുപിടുത്തമാണ്. അതായത് നമുക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് ബയോളജിക്കൽ നീഡ്, അതായത് സെക്ഷൽ ആയിട്ടുള്ള ഡിസയർ ഉണ്ടാകും. അപ്പൊ അത് പൂർത്തീകരിക്കുകയും വേണം എന്നാണ്. ആയിക്കോട്ടെ. അപ്പൊ അത് ഇസ്ലാം ഇല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല എന്നാണ് ഇവരുടെ വാദം. അതിലേക്ക് ഞാൻ വരാം. അത് അദ്ദേഹം ഒന്ന് വിശദീകരിക്കട്ടെ. അതിന് ഇസ്ലാം അതിനും ഒരു നിയമത്തിലൂടെ, ഒരു മാർഗത്തിലൂടെ മാത്രമാകണം എന്നുള്ളതാണ്. വിവാഹം എന്നുള്ളൊരു മാർഗത്തിലൂടെ ആകണം എന്നുള്ളതാണ്. അതല്ലാതെ വിവാഹത്തിലൂടെ അല്ലാതെ തൻ്റെ ഈ സെക്ഷൽ നീഡ് പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ വിവാഹം കഴിക്കാതെ ഒരുപാട് കാലം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ടെംപ്റ്റേഷനുകൾ അത് സമൂഹത്തിൽ മറ്റ് പല ദുർനടപ്പുകൾക്കും കാരണമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും നേരത്തെ വിവാഹം കഴിച്ചാൽ ഒരാൾക്ക് ആ സെക്ഷൽ ടെംപ്റ്റേഷൻ ഒതുക്കാനും അത് ഒരു നിയതമായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇസ്ലാം തുറന്നു വിടുന്നത്. ഇസ്ലാം സമ്പൂർണ്ണ പരാജയമാണ് അല്ലേ? ചെറിയ പ്രായത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സെക്ഷൽ ഡിസയർ, ആ സെക്ഷൽ ഡിസയറിനെ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വെമ്പൽ കൊള്ളുകയാണ്. ഇതൊക്കെ ആരെ ഡിസൈൻ ചെയ്തത്? അള്ളാഹു തന്നെ കേട്ടോ. അപ്പൊ അള്ളാഹു വെമ്പൽ കൊള്ളുകയാണ് മനുഷ്യന്റെ ഈ ഡിസയറുകൾ പൂർത്തീകരിക്കാൻ. എന്നിട്ട് പറയണത് എന്താ വെച്ചാൽ ഇസ്ലാമിൽ ഇങ്ങനെ വിവാഹത്തിലൂടെ മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് വേറെ എവിടെയെങ്കിലും പറയാൻ പോയി ചങ്ങായിട്ട്.
അന്യഗോത്രങ്ങളെ പോയി ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും പെൺകുട്ടികളെയും പിന്നെ ഭർത്താക്കന്മാരുണ്ടായിരിക്കുന്ന അവരുടെ ഇണകളെ പോലും പിടിച്ചുകൊണ്ട് വന്ന് സ്വന്തം അണികൾക്കിടയിൽ വീതം വെച്ചു കൊടുത്തിട്ട് ആയിക്കോളിയും എന്ന് പറഞ്ഞിട്ട് അതിന് അറച്ചു നിന്ന സമയത്ത് അത് ഭർത്താക്കന്മാരുള്ള സ്ത്രീകളാണ് എന്ന് പറഞ്ഞപ്പം അതൊന്നും കുഴപ്പമില്ല, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ആയത്തിറക്കിയ അള്ളാഹുവിൻ്റെ മതത്തിൽ വിവാഹേതരമായിട്ടുള്ള എല്ലാ വഴികളും അടച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ ഭാര്യമാര്, നിങ്ങളുടെ അടിമ സ്ത്രീകൾ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് വിവാഹം എന്ന് ധൈര്യമായിട്ട് പറയാലോ. അടിമ സ്ത്രീകൾ അനുവദിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ മുഹമ്മദിന്റെ കാലത്ത് ഈ വർത്താനം അവിടെ പറയാൻ പറ്റുമോ? കല്യാണത്തിലൂടെ മാത്രമാണ് ലൈംഗിക സംതൃപ്തി നേടാൻ പറ്റുള്ളൂ എന്ന് മുഹമ്മദ് നബിയുടെ കാലത്ത് വല്ലവരും പറഞ്ഞിടണോ? മുഹമ്മദ് നബി പറഞ്ഞിടണോ? അനുവദനീയമായ മാർഗം എന്നാണ്. അനുവദനീയമായ മാർഗം എന്തൊക്കെയാണ്? അതെന്തുകൊണ്ടാണ് അനുവദനീയമായ മാർഗങ്ങൾ അതിൽ ചില റെസ്ട്രിക്ഷൻസ് വെച്ചത്? അത് മറ്റു പുരുഷന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. അത് സ്ത്രീയുടെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടോ സമൂഹത്തിൽ ധാർമ്മികത നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല, മറ്റു പുരുഷന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. 4:24 അള്ളാഹു പറയണ എന്താണ്? ഖുറാനിൽ പറയണ എന്താണ്? മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ആരൊഴികെ? നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അടിമകളാക്കി പിടിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അല്ലാത്ത ആളുകളുടെ ഈ ഭർത്തൃമതികൾ എന്നല്ലട്ടോ, ആരുടെയെങ്കിലും കസ്റ്റഡിയിലുള്ളത് എന്നാണ് അതിന്റെ അർത്ഥമുള്ളൂ. അത്ര അർത്ഥമുള്ളൂ. അൽ മുഹസനാത്തു എന്ന് പറഞ്ഞാൽ അത്ര അർത്ഥമേ ഉള്ളൂ. പതിവ്രതകളായാന്നോ അല്ലെങ്കിൽ കോട്ടയ്ക്കകത്താക്കപ്പെട്ടാന്നോ സംരക്ഷിക്കപ്പെട്ട ബന്ധം എന്നൊക്കെ അർത്ഥമുള്ളൂ. അതിനെന്തു ആവാം. അത് മുത്തലാഖ് കല്യാണം ആവാം, അല്ലെങ്കിൽ കരാറ് പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാവാം, ഖുറാനിൽ പറഞ്ഞതുപോലെ. അപ്പൊ മറ്റൊരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? മറ്റൊരു സ്വതന്ത്രനായ പുരുഷന്റെ അധീനതയിലുള്ള സ്ത്രീകൾ ഒഴികെ. അപ്പൊ ഈ പുരുഷനോട് നിയന്ത്രിക്കാൻ പറഞ്ഞ എന്തിനാ? മറ്റൊരു സ്വതന്ത്ര പുരുഷന്റെ കസ്റ്റഡിയിലുള്ള പെണ്ണിനെ ഈ പുരുഷൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പുരുഷന്റെ സമ്പത്ത് സംരക്ഷിക്കുക എന്ന യുക്തിയാണത്. അതല്ലാതെ അവിടെ സദാചാരത്തിന്റെ ഒരു യുക്തിയും ഇല്ല. ഇപ്പൊ സദാചാരത്തിന്റെ യുക്തിയാണെങ്കിൽ വസ്ത്രധാരണത്തിൽ ഔറത്ത് പറഞ്ഞപ്പം മുസ്ലിം സ്ത്രീകൾ എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, സ്വതന്ത്ര സ്ത്രീകളാണ്. മറക്കാൻ പറഞ്ഞതും മക്കനം താഴ്ത്തിയിടാൻ പറഞ്ഞത് ആരോടാണ്? മുത്തുനബിയുടെ ഭാര്യമാരോടും മക്കളോടും സത്യവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളോടും മറ്റു സ്ത്രീകളോടും. അത് സ്വതന്ത്ര സ്ത്രീകളെ പെടുള്ളൂ. മുസ്ലിങ്ങളായിട്ടുള്ള അടിമ സ്ത്രീകളുടെ അവസ്ഥ എന്താ? ബാക്കിയൊക്കെ പോട്ടെ, മുസ്ലിങ്ങളായിട്ടുള്ള അടിമ സ്ത്രീകളുടെ അവസ്ഥ, അവരുടെ ഔറത്ത് എന്താ? അവരുടെ സംരക്ഷണം എന്താ? അവർക്ക് മുട്ടുപൊക്കളുടെ ഇടയിലാണ്. അത് മറച്ചാൽ മതി. അതിന് ന്യായീകരണം പറഞ്ഞ ആളാണ് ഇപ്പൊ ഈ ഉത്തരം പറയുന്ന ആളുടെ ഇടതേ ഭാഗത്തെ നടുക്ക് കുത്തിർക്കണ ബാസിലുട്ട് അല്ലെ. അത് അവർക്ക് ജോലിയിൽ തടസ്സം ഉണ്ടാവാതിരിക്കാനാണ്. അവരോട് മാറൊന്നും മറക്കേണ്ടതില്ല, നിങ്ങൾ മുട്ടുപൊക്കളിന്റെ അടിയിലുള്ള ഭാഗം മറച്ചാൽ മതി. അത് മറ്റത് ഈ അരി അരയ്ക്കുമ്പോഴും ഗോതമ്പ് അരച്ച് മാവാക്കുമ്പോഴും അത് പരത്തുമ്പോഴൊക്കെ അവർക്ക് തടസ്സമല്ലേ, അല്ലെങ്കിൽ അവർക്കത് പ്രയാസാവൂലേ, അല്ലെങ്കിൽ അവരോട് മറക്കാൻ പറഞ്ഞതിന് ശേഷം അവർക്കത് മറക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തെറ്റായി പോകൂലേ, അപ്പൊ അവർക്ക് അതിന് സാധിച്ചില്ലെങ്കിലോ എന്ന് പോഴത്തരം പറഞ്ഞ മഹാന്മാരാണ് ഇവര്. അപ്പൊ അടിമസ്ത്രീയുടെ മാറിടം എന്താണ്? അത് മുസ്ലിം പുരുഷന് മറ്റൊരാളുടെ പൂർണ്ണ അവകാശത്തിലുള്ളതൊന്നല്ലല്ലോ, അതാവാന്നാണ്. ഇനി അങ്ങനെയാണെങ്കിലും മറ്റൊരാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അടിമ സ്ത്രീകളെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അത് മുഹസനാത്തിൽ പെടും. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും സദാചാരവുമായി ബന്ധപ്പെട്ടിട്ടോ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടല്ല, മറ്റു പുരുഷന്റെ പ്രശ്നമാണ്. മറ്റൊരു പുരുഷന്റെ അവകാശത്തിൽ ഈ പുരുഷൻ കടന്നു കയറണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെന്താ? ഈ പുരുഷന് ലൈംഗിക തൃഷ്ണ ഉണ്ടാവാതിരിക്കാനാണ്, അവരുടെ കർവ് മറക്കാനാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അടിമ സ്ത്രീക്ക് കർവൊന്നുമില്ലേ? ആരോടെങ്കിലും ഇതൊക്കെ പറയണത്? ഏത് നൂറ്റാണ്ടിൽ കുത്തിരുന്നിട്ട് അതൊക്കെ പറയണത്? അതിലേക്കൊക്കെ നമ്മൾ വരാം. ഇനി വിശദമായിട്ട് അതിലേക്ക് നമുക്ക് പോവാം. അഥവാ ഒരാളുടെ എന്താണോ അയാളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ സമൂഹത്തിന് ആരോഗ്യകരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു മാർഗത്തിലൂടെ ഇസ്ലാം അതിനൊരു മാർഗം ഒരുക്കുകയാണ്. അതല്ലാതെ നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ കാണുന്നതാണെങ്കിൽ വിവാഹം എത്രയും ഡിലേ ചെയ്യുകയും സെക്ഷൽ നീഡ്സ് മറ്റൊരു രൂപത്തിൽ പൂർത്തീകരിക്കപ്പെടുകയും ആണെങ്കിൽ അത് സമൂഹത്തിൽ മറ്റ് ചില ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇത് ആരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അഭിനിവേശങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് പൂർത്തീകരിക്കാൻ നിയമപരമായിട്ടുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് മുഹമ്മദ് നബി ചെയ്തത്, അള്ളാഹ് ചെയ്തതെന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ മാറ്റി വെക്കുക, എന്നിട്ട് ഇതിലേക്ക് മാത്രം വരിക. ഇത് ആരുടെ ആവശ്യ പൂർത്തീകരണത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്? ആരുടെ തൃഷ്ണ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൽ വിവാഹ നിയമങ്ങൾ ഉള്ളത്? പുരുഷന്റെ, ആണിന്റെ. ഇഷ്ടം പോലെ തെളിവ് ഖുർആനിലുണ്ട്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് മുസ്ലിം പുരുഷന്റെ തൃഷ്ണ ശമിപ്പിക്കാനുള്ള ഉപകരണമാണ്. ആ രീതിയിലാണ് പുരുഷനോടുള്ള വർത്താനം, ആ രീതിയിലാണ് സ്ത്രീകളോടുള്ള ഓർമ്മപ്പെടുത്തൽ. പുരുഷന്റെ
സ്ത്രീയുടെ മേലുള്ള അധികാരവും സ്ത്രീക്ക് പുരുഷനോടുള്ള ബാധ്യതകളും. അത് പരിശോധിച്ചാൽ മതി. അപ്പോൾ പറയും തിരിച്ചുണ്ടല്ലോ, തിരിച്ചുണ്ട്. അതൊക്കെ ഈ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപ്പിലാക്കപ്പെടേണ്ടവയാണ്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. ഇനി ഇതൊക്കെ പോട്ടെ, മനുഷ്യന് പിന്നെ ഈ പറയപ്പെടുന്ന എന്താ പറയാ, ഒരു പ്രായപൂർത്തിയാവുമ്പോൾ ലൈംഗികമായിട്ടുള്ള ചോദനകൾ ഉണ്ടാകും. അപ്പോൾ അത് ശമിപ്പിക്കണം, അതിനുവേണ്ടി വഴി തുറന്നു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സബൂറൊന്നുമില്ലേ? ക്ഷമ കൈക്കൊള്ളണ്ടേ? എന്തെങ്കിലും തോന്നുമ്പോൾ അതേപോലെ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴി തുറന്നു കൊടുക്കല പഠിച്ചോന്റെ പണി. നിങ്ങളിവിടെ സുഖലോലുപതയിൽ നിന്ന് വിട്ടു നിൽക്കണം. സുഖലോലുപത, അതിലേക്ക് നിങ്ങൾ തൂങ്ങിപ്പോകരുത്. നിങ്ങൾ പാരത്രിക വിജയം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം. നിങ്ങൾ നിങ്ങളെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ പറയാ? അതോ അത് സ്ത്രീകളോട് മാത്രമുള്ളതാണോ? അത് നമുക്ക് നോക്കാം അല്ലേ? നിങ്ങൾക്കിത് തോന്നുന്ന പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ള കിതാബിൽ നിയമം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അള്ള പറയാം നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിപ്പോകരുത്, നിങ്ങൾ സുഖലോലുപത ആഗ്രഹിക്കുന്നവരാകരുത്. ഇതെന്ത് വർത്താനം? നിങ്ങൾ സുഖാസ്വാദനത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ സൗകര്യം ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി 5 വയസ്സുള്ള പെൺകുട്ടിയാലും 6 വയസ്സുള്ള പെൺകുട്ടിയാലും കെട്ടിച്ചു കൊടുക്ക്. എത്രത്തോളം നിങ്ങളോട് പറയിപ്പിക്കരുത്. പെനട്രേറ്റഡ് സെക്സിന് പാകതയില്ലാത്ത പെൺകുട്ടികളെ അതല്ലാത്ത തരത്തിൽ സുഖാസ്വാദനം നടത്തൽ അനുവദനീയമാണ് എന്ന് എഴുതി വെച്ച വൃത്തികേട് കക്ഷത്ത് വെച്ചിട്ടാണ് ഈ ജാതി വിടുവായത്തം കോട്ടു സൂട്ടൂട്ടു എന്ന് പറയുന്നതെന്ന് ആലോചിക്കും. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, കിതാബുകൾ വായിപ്പിക്കരുത്. നിങ്ങളെ പടച്ചോന അറപ്പിലും നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. അതിൻ്റെ ഒരു സെക്ഷൽ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ടീനേജ് പ്രഗ്നൻസി കൂടുന്നത്? എന്തുകൊണ്ടാണ് വെസ്റ്റേൺ കൺട്രീസിലും ഇന്ത്യയിലടക്കം ടീനേജ് പ്രഗ്നൻസി ഒരുപാട് കൂടുന്നത്? കേരളത്തിലടക്കം റീസെൻ്റ് കണക്കുകൾ അനുസരിച്ച് നമ്മൾ പോലും അറിയാത്ത ടീനേജ് പ്രഗ്നൻസികളുടെ അബോർഷനുകൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആണും പെണ്ണും മിക്സ് ചെയ്യുന്നിടത്ത് അവർ പ്രായപൂർത്തിയായാൽ അവരെ ശരീരം തമ്മിലുള്ള ആകർഷണങ്ങൾ അവരെ ചില സെക്ഷൽ എൻകൗണ്ടറിലേക്ക്, ലൈംഗികമായ താല്പര്യങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടും അവിടെ അത്തരം സംഗതികൾ നടക്കും. നുണ, വിവരക്കേട് എന്ന് മാത്രമല്ല, സ്ത്രീ വിരുദ്ധത എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തമില്ലാത്ത വൃത്തികേടാണ് ഈ പറഞ്ഞു വെച്ചത്. കേരളത്തിൽ ഉൾപ്പെടെ ടീനേജ് പ്രഗ്നൻസിയും അബോർഷനും കൂടി വരികയാണ് എന്ന കണക്ക് ഈ ഞാൻ പറഞ്ഞ കൂടി പോകും. ഏത് കോത്താഴത്തുനിന്ന് കിട്ടിയ കണക്കാണ്? മുജാഹിദ് ബാലുശ്ശേരിന്റെ ജുബ്ബന്റെ പോക്കറ്റിലല്ലാതെ ഈ ജാതി ഒരു കണക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടിയുള്ളത്? കേരളത്തിലും ലോകമെമ്പാടുമുള്ള ടീനേജ് പ്രഗ്നൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭീകരമായ രീതിയിൽ. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുകയാണ്, കുട്ടികളെ വിദ്യാഭ്യാസിക്കാൻ വിടുകയാണ്. അതുകൊണ്ട് തന്നെ ടീനേജ് ഗർഭിണികളുടെ എണ്ണവും ടീനേജ് അബോർഷന്റെ എണ്ണവും കൂടുതലാണ് എന്ന് പറയുന്നവനെ മുക്കാലി കെട്ടിയിട്ട് ചാട്ടവാറടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കോഴിക്കോട് കടപ്പുറത്ത് ഓനെ പിടിച്ചു നിർത്തിയിട്ട് ഇതിന്റെ കണക്ക് ചോദിക്കണം അവനോട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ ഇതേപോലെ പണിയില്ലാത്ത ഡോക്ടർമാർ നടത്തുന്ന ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരുടെ കഥയല്ല. ഉസ്താദുമാര് ഈ ജിന്ന് ചികിത്സക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്ന കള്ളക്കണക്കുമല്ല. ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, UN കണക്കുകളുണ്ട്, ലോകത്ത് ഇത്തരം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കണക്കുകളുണ്ട്. മനുഷ്യർ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുവരികയാണ്. ടീനേജ് ഗർഭവും ധാരണവും അതേപോലെ തന്നെ ഗർഭചിത്രവും ഒക്കെ വലിയ അളവിൽ ലോകത്തെമ്പാടും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതുപോലത്തെ ഒരു വിടുവായത്തം പറഞ്ഞവനെ ആ കോഴിക്കോട് കടപ്പുറത്ത് പരസ്യ വിചാരണ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞ കണക്കുകളുമായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് അതേ വേദിയിൽ വരാൻ ഇയാൾക്ക് ആർജവമുണ്ടോ? ഇയാൾ പറഞ്ഞ കിതാബിനനുസരിച്ച് പെൺകുട്ടികളെ 12-ാം വയസ്സിലും 8-ാം വയസ്സിലും കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇവിടെ നാട്ടിൽ മൊത്തം കള്ളഗർഭം ഉണ്ടാവും എന്ന് പറയാൻ നാണമുണ്ടോ ചെങ്ങയണക്ക്? എൻ്റെ അള്ള എന്ത് കിതാബ് പറഞ്ഞിടയിലും അണക്ക് ഈ ജാതി ഞരമ്പ് രോഗമുള്ള കുറെ മൊയ്ലിയമാർ ക്ലാസ് എടുത്തതെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വിഴുങ്ങുന്ന മനുഷ്യന്മാരാണോ ലോകത്തുള്ളവര്? ആണോ? ഇനി ഉണ്ടായിരുന്ന കാലത്ത് ഈ ടീനേജ് ഗർഭം 12-ാം വയസ്സിലും 13-ാം വയസ്സിലും 10-ാം വയസ്സിലും കുട്ടികൾ ഗർഭിണികളാവുകയും അവര് പ്രസവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അതിന്റെ കാരണക്കാരിൽ ഈ മതത്തിന്റെ സ്ഥാനം എത്രാമത്തെയാണ്? ഈ മതം മാത്രമല്ല, വേറെ മതങ്ങളുണ്ട്. മതവിശ്വാസം, ആചാരം, അനുഷ്ഠാനം, മതനിയമം, ശരീഅത്ത്, ഫിഖ്ഹ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ ബാലവിവാഹത്തിനും ഈ ശൈശവ വിവാഹത്തിനും ഈ ബാലികമാര് ഗർഭിണികളാവുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എല്ലാ കാലത്തും പ്രവർത്തിച്ചത് മതമല്ലേ? ഈ പ്രശ്നത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തുമ്പോൾ അതിന് എല്ലാ കാലത്തും വട്ടം പിടിച്ച് തടസ്സം നിന്നതും ഈ മതത്തിന്റെ ആൾക്കാരല്ലേ? പ്രത്യേകിച്ച് സെമിറ്റിക് മതത്തിന്റെ ആൾക്കാരല്ലേ?
ക്രിസ്ത്യാനിറ്റി ഒക്കെ കുറെ കാലത്തിന് ശേഷം അതിൽ നിന്നൊക്കെ ഒരുപാട് പുറകോട്ട് പോയി. എല്ലാ കാലത്തും ഇത്തരം സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും ഏറ്റവും മുന്നിൽ നിന്ന് തടസ്സം നിൽക്കുന്ന ഒരു കൗമ് അത് ഇവിടുത്തെ മുസ്ലിം പണ്ഡിത നേതൃത്വമല്ലേ. 16 നിന്ന് 18 ആക്കിയപ്പോൾ തടസ്സം നിന്നതാരാ? 16 വയസ്സിൽ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവർ വേറെ വല്ല ഏർപ്പാടും നോക്കി പോകും എന്ന് പറഞ്ഞ മൊയ്ലിയാരുടെ പേര് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയായിരുന്നല്ലേ. എവിടുന്നാണ് ഇതുപോലെയുള്ള ആളുകൾ ഈ കണക്കുകളൊക്കെ വരുന്നത്? എന്നിട്ട് മുന്നിലിരിക്കുന്ന ശരിയാണ്, വെറുതെ അല്ല മുത്തുനബി 6 വയസ്സായപ്പോൾ തന്നെ ആയിഷനെ കല്യാണം കഴിച്ച് സേഫാക്കി സംരക്ഷിച്ച് 9 വയസ്സായപ്പോൾ തന്നെ മദീനയിലേക്ക് പാക്ക് ചെയ്തതെന്നാ? ഇതല്ലേ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. വിടുവായത്വം വിവരക്കേടൊക്കെ പറയാം, വൃത്തികേട് പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. ഇവിടെ വേറെ മനുഷ്യന്മാരുണ്ടെന്ന് ആലോചിച്ചോളണം. നിങ്ങൾ ഒരു കണക്കെടുക്ക്. ഏത് കണക്കിനെ കുറിച്ച് ഇയാൾ പറയണത്? എവിടുത്തെ കണക്കിനെ കുറിച്ചാണ് പറയുന്നത്? ഇനി ഇപ്പോഴും ഈ തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാര്യമായ രീതിയിൽ ഇതിൽ വിചാരിച്ചത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സമൂഹങ്ങൾ, പ്രദേശങ്ങൾ, രാജ്യങ്ങൾ, ജനവിഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഇല്ലാത്തത്, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, ഈ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ സ്വാധീനം, ഇതൊക്കെ തന്നെയല്ലേ. അതൊക്കെ പരിഹരിക്കാൻ മനുഷ്യർ ശ്രമിക്കുമ്പോൾ ഇവൻ കുത്തിന്ന് പറയാം, പണ്ടത്തെ പോലെ 6 വയസ്സിൽ 8 വയസ്സിൽ കെട്ടിച്ചിട്ടില്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ വഴിതെറ്റി പോയിട്ട് അങ്ങാടിയിൽ നിന്ന് ഗർഭമുണ്ടാക്കി വീട്ടിൽ വരുന്നു. ഇവനൊക്കെ വീട്ടിൽ വെച്ച് വിളമ്പി കൊടുക്കുന്ന പെൺകുട്ടികളില്ലേ? ഇവനൊക്കെ ചോറും കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് വേറെ പെമ്മക്കളില്ലേ? ഭാര്യമാർക്ക് അവർക്ക് പെമ്മക്കൾ വളരുന്നില്ലേ? ഇതാണോ നിങ്ങളുടെ നിലവാരം? ഇതാണ് നിങ്ങളുടെ നിലപാട്? എന്നിട്ട് ഇതിന് തെളിവെവിടെ? ഏത് തെളിവ്, ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പോലും ഈ തരം ഗർഭവും അബോർഷനും പെരുകുകയാണ് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. പോട്ടെ, അടുത്തത്. അപ്പൊ അത് ശരിയായ മാർഗത്തിലാകണമെങ്കിൽ അതൊരു കരാർ പ്രകാരമുള്ള ജീവിതത്തിലൂടെ ആകണം. ഇനി ആ ജീവിതത്തിലേക്ക് അതൊരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് എൻ്റെ ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കണം എന്നാണ്. ഇപ്പോൾ രാഷ്ട്രത്തിൽ ഇപ്പോൾ ഒരു നിയമമുണ്ട്, അത് കഴിക്കണമെങ്കിൽ ഇത്ര ഏജ് ആകണം എന്ന് വന്നാൽ ആ ഏജ് വരെ കാത്തിരിക്കാം, അവന് താല്പര്യമുള്ളപ്പോൾ വിവാഹം കഴിക്കാം. പക്ഷേ വിവാഹം കഴിക്കാതെ മറ്റ് രൂപത്തിലേക്ക് പോകരുത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു കർശന നിയമമാണ്. അത് ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. അതിപ്പോ വിവാഹപ്രായം 16 ആയാലും 18 ആയാലും 22 ആയാലും കണക്കല്ലേ പൊന്നാര. ഇവര് എല്ലാത്തരം പ്രശ്നങ്ങളെയും എല്ലാത്തരം ആക്ഷേപങ്ങളെയും ലൈംഗികതയിലേക്ക് ഇങ്ങോട്ട് ചുരുക്കി കെട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനിയിപ്പം ഒരാൾക്ക് ഭയങ്കര ആവശ്യമുള്ളതാണ്, സെക്സ് ഡ്രൈവ് കൂടുതലുള്ള ആളാണ്, എല്ലാ ദിവസവും 1 or 2 തവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളാണെന്ന് വെറുതെ ഒരു കണക്കിന്, ഒരു കള്ളക്കണക്കിന് വെളുവെക്ക്. എത്ര സമയം അതിന് ചെലവഴിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ? എത്ര സമയം? ഇതാണോ ഒരു മനുഷ്യന്റെ ആകെ ജീവിതം? ഇവര് പറഞ്ഞു കേട്ടാ തോന്നും, രാവിലെ ആവുക, പിന്നെ ഇത് തുടങ്ങുക, പിന്നെ ഈ പറഞ്ഞ മാതിരി പപ്പടം പൊരിക്കുക, ചോറ് കഴിക്കുക, പിന്നെ ഇത് കഴിയുക, കിടന്നുറങ്ങുക, പിന്നെ എഴുന്നേൽക്കുക, സുബഹിസ്കരിക്കുക, ഇതന്നെ തുടങ്ങുക, പിന്നെ ഉച്ചയാവുക, ചോറിഞ്ഞ, പിന്നെ ഇതന്നെ, പിന്നെ കിടന്നുറങ്ങുക, പിന്നെ മഗ്‌രിബ് ഇശാഹ് കഴിഞ്ഞ് പിന്നെ ഇതന്നെ. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിത ചക്രം എന്ന് പറയുന്നത്. ഉളുപ്പുണ്ട് ചങ്ങാതി നിങ്ങൾക്ക്? എന്ത് പ്രശ്നം കൊണ്ടുപോയിട്ട് ഈ സ്ഥലത്ത് ഇതിന്റെ ഈ ഇഠാവട്ടത്ത് കെട്ടിവിടുന്നതിന്റെ ലോജിക്ക് എന്താണ് നിങ്ങളുടെ? ഇതിനൊക്കെ കണക്ക് ചോദിക്കുകയും കണക്ക് ബോധ്യപ്പെടുത്തുകയും ഇല്ലെങ്കിൽ പിന്നെ വനിതാ ശിശു സംരക്ഷണ വകുപ്പും ഇവിടുത്തെ വനിതാ കമ്മീഷനൊക്കെ ഇയാൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. കേരളത്തിന് സർക്കാരിന് ഇതിന് ഉത്തരവാദിത്തമില്ലേ? സാമൂഹ്യ സുരക്ഷാ വകുപ്പിനില്ലേ? ആരോഗ്യ വകുപ്പിന് കേസെടുക്കേണ്ട കാര്യമില്ലേ? എന്ത് വിടുവായത്തം പറയാ? ഞങ്ങളെ മതം അല്ലെങ്കിൽ ആകെ ഇവിടെ കളഗർഭായിരിക്കും എന്ന് പറയാൻ ഉളുപ്പില്ലായ്മ ചെറുതൊന്നല്ലല്ലോ ചങ്ങായൻ്റെത്. എന്നിട്ട് പറയ് കേക്കട്ടെ. ഇനി വിവാഹത്തിലേക്ക് കടന്നാൽ ഇവർക്ക് ഉള്ള റോളുകൾ പലപ്പോഴും നമ്മൾ കാണുന്ന വിവാഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം എന്താ വെച്ചാൽ റോൾ എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. ഭാര്യ എന്ത് ചെയ്യണം, ഭർത്താവ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെണ്ണ് എന്ത് ചെയ്യണം, ആണ് എന്ത് ചെയ്യണം. അത് അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് നിങ്ങൾ ചോദ്യം ഒന്ന് ആലോചിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ വിവേചനം? ഈ വിവേചനം ഉള്ളത് കൊണ്ടല്ലേ ഈ മുസ്ലിം സ്ത്രീകളൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുള്ള ചോദ്യമായിരുന്നു ഒരു ചോദ്യം. എന്നിട്ട് ഇപ്പൊ ഇദ്ദേഹം പറയണത് ഈ റോളുകൾ മനസ്സിലാക്കുക. ശരിക്കും ഇവിടെ വിവേചനം ഒന്നും അല്ല പ്രശ്നം. അള്ളാഹു നിയമം വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ വിവാഹത്തിലേക്ക് കടക്കാനുള്ള പ്രായത്തിന്റെ പരിമിതി ഇപ്പൊ എന്താ ചെയ്യുക? ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? അതുകൊണ്ട് നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം എന്നാണ്. അതിലേക്ക് നമ്മൾ വരാം, പിന്നെ വേറെ സ്ഥലത്ത് വരേണ്ടി വരും. പിന്നെ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, പിന്നെ വിവാഹത്തിനകത്തോട്ട് കടന്നാൽ, വിവാഹം കഴിഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നാൽ ഒരു സ്ത്രീക്കുള്ളത് പിന്നെ ഉള്ളത് അവിടെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തലോ അങ്ങനെയൊന്നും അല്ല. അതൊരു റോള് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. പൊന്നാര ചങ്ങായി, ആ ഡിഫൈൻ ചെയ്ത റോളിലാണ് ഈ പ്രശ്നമായി. അപ്പൊ അത് റോളാണെന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഇയാൾ പറയണത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ റോളുകൾ മനസ്സിലാവാത്തതാണ് പ്രശ്നം. പിന്നെ അത് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ പ്രശ്നമാണ്. അതും കൂടി നമുക്ക് കേൾക്കണം. ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നത്
പെണ്ണ് വീട്ടിലെ ജോലിക്കാരിയാണ് എന്നുള്ളതല്ല. പൊതുവേ നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ധാരണ എന്ന് വെച്ചാൽ പെണ്ണിനെ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരുന്നു, ആരുടെ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, എന്നിട്ടോ അവിടെ അവൾ ആ ജോലികളൊക്കെ എടുക്കണം എന്നുള്ളതാണ്. ഇസ്ലാം കൃത്യമായിട്ട് പെണ്ണിൻ്റെ റോള് പറയുന്നത് പെണ്ണ് വീടിൻ്റെ ഭരണാധികാരിയാണെന്നുള്ള. നിങ്ങൾ ആ ബാസിലിന്റെ മുഖഭാവം ഒന്ന് നോക്കിക്കേ, മുഖഭാവം. പഠിച്ചോനെ ബദരീങ്ങളെ, എങ്ങനെ ഇപ്പൊ ഞാൻ ഈ കുരുക്കുന്ന് രക്ഷപ്പെടും? ഈ ഉത്തരൊക്കെ ഇനിയിപ്പോ നാളെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലേക്ക് വരൂലേ എന്ന് ആലോചിച്ച് ആയം പൊത്തിരിക്കണം ബാസില്. എന്തിരിപ്പാ ബാസിൽ ഇത്? എനിക്ക് ഇരുന്നാ മതിയോ? എന്നുവെച്ചത് പോണ്ടേ? നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോണ്ടേ? അടുത്ത യൂണിവേഴ്സിറ്റിയിലെ പരിപാടി അവതരിപ്പിക്കണ്ടല്ലേ? എന്നേക്ക് ബാസിലേ, എന്നേക്ക് വിഷമിച്ചിരിക്കട്ടെ. റൂളറാണ് എന്നുള്ളതാണ്, ജോലിക്കാരിയാണ് എന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേട്ടോ. അതായത് റൂളറാണെന്നാണ്, ശ്രദ്ധിക്കണം. ഇവിടെ പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീകളെ വിവാഹം ചെയ്ത് പുരുഷന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, നോട്ട് ദ പോയിന്റ്, പുരുഷന്റെ വീട്ടിലേക്ക് കേട്ടോ, അല്ലാതെ തറവാട്ടുകല്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അങ്ങനെ അവിടുത്തെ എല്ലാ പണികളും സ്ത്രീ ചെയ്യുന്ന ഒരു സ്ത്രീ ജോലിക്കാരിയായിട്ടാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് വേറെ ബ്രാഹ്മണിക്കൽ പ്രശ്നമാണ് പറയാം. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. റൂളറാണ്. എന്തിന്റെ റൂളർ? വീടിന്റെ റൂളറാണ്. എന്താ റൂളറുടെ പണി? വീട് ഭരിക്കലാണ്. സ്ഥലങ്ങൾ എന്താണ് വിശദീകരിച്ചു കൊടുത്താൽ ബാസിൽ തന്നെ മനസ്സിലായിട്ടില്ല. ശരിക്കും ഭരണാധികാരിയാണ് പെണ്ണ്, അവളുടെ ഭർത്താവിന്റെ വീടിന്റെ ഭരണാധികാരിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഭർത്താവിന്റെ വീട് എടുക്കണം എന്നുള്ളതാണ്. ഇസ്ലാം കൃത്യമായിട്ട് പെണ്ണിന്റെ റോള് പറയുന്നത് പെണ്ണ് വീടിന്റെ ഭരണാധികാരിയാണെന്നുള്ള, റൂളറാണ് എന്നുള്ളതാണ്, ജോലിക്കാരിയാണ് എന്നല്ല. ജോലിക്കാരിയല്ല, റൂളറാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കാം. അപ്പൊ പുരുഷനോ പറഞ്ഞുതരും ഉസ്താദ് പറഞ്ഞുതരും, ഒക്കെ പറഞ്ഞുതരും, നിങ്ങൾ എല്ലാ സംശയം തീർക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞത് അങ്ങനെയാണ്. പുരുഷന്റെ റോള് എന്നുള്ളത് അവന്റെ കുടുംബത്തിന്റെ റൂളറാണ്, ഭരണാധികാരിയാണ്. പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീടിന്റെ ഭരണാധികാരിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഭർത്താവിന്റെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ പെണ്ണിനെ കൊണ്ടുപോകുന്നത് ഭർത്താവിന്റെ പിതാവ് ഉണ്ടാക്കിയ വീട്ടിലേക്കാണ്, ഒരു ജോയിന്റ് ഫാമിലിയിലേക്കാണ്. ശരിക്കും ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് ചെങ്ങായിമാരെ നിങ്ങൾ ഇസ്ലാമിന്റെ റൂളും തെറ്റിച്ച് നടക്കുന്നത്? എന്നിട്ട് നാട്ടിൽ ദഅവത്ത് നടത്തിയാൽ പോരെ? ആദ്യം നിങ്ങൾ മുസ്ലിം കുട്ടികൾ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചിട്ട് അതിലേക്ക് മുസ്ലിം കുട്ടികളെ കെട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ ഭരണങ്ങളെ രാജ്ഞിമാരായിട്ട് പെൺകുട്ടികളെ വായിക്കി. എന്നിട്ട് പോരെ നാട്ടിൽ നടന്നിട്ട് നിങ്ങൾ ഈ ദഅവത്തൊക്കെ പോരെ? നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ വാപ്പാന്റെയും ഉമ്മാന്റെയും വീട്ടിൽ എപ്പോഴും കൊണ്ടുപോകണത് പഠിച്ചോനെ. ഇസ്ലാം ദീൻ പറയണത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇസ്ലാം ദീൻ പറയണത് ഭർത്താവ് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് കൊണ്ടുപോകണം. അവിടേക്ക് ഈ 6-7 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ടോ എന്നിട്ട് ബേബി സിറ്റർ വേറെ വെക്കുവോ? നേരത്തെ കല്യാണം കഴിക്കണ്ടേ? 12-13 വയസ്സാകുമ്പോൾ ഈ തൃഷണ തുടങ്ങൂലേ? അപ്പൊ കല്യാണം കഴിക്കണ്ടേ? അപ്പൊ ആൺകുട്ടികൾക്ക് ഇത് എത്രാമത്തെ വയസ്സിൽ തുടങ്ങുക? ഓനക്കൊരു 15-16 ആകുമ്പോൾ തുടങ്ങൂലേ ഈ കിരികിരിപ്പ്? അപ്പൊ ഓന് കല്യാണം കഴിച്ചിട്ട് ഓനക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാവുമോ? എന്നിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോവോ? എന്നിട്ട് ആ വീട് ഈ 10 വയസ്സും 12 വയസ്സുള്ള കുട്ടി ഭരിക്കും പോലും. ഇത് എനിക്ക് ബാസിൽ ഇടക്കിടക്ക് പറയണ ഒരു ഡയലോഗ്, ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? യജാതി യുക്തി എന്തായിരിക്കും ഇപ്പൊ ആ വീടൊക്കെ? എവിടെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്ക്, ഒന്ന് ഒട്ടിച്ച് വെക്കുന്നത്. എന്തൊക്കെ ഇപ്പൊ നിങ്ങൾ പറയണത്? എന്നിട്ട് ഇപ്പൊ എന്താ കുഴപ്പമെന്താ? ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളെ സാമൂഹ്യ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, എക്കണോമിക്സ് ഇതൊക്കെ കാരണം നമുക്ക് എല്ലാവർക്കും ആളുമ്പോൾ വീടുണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോ കുടുംബ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. അതിനെന്താ കുഴപ്പം? ചിലപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ സോഷ്യോ ഇക്കണോമിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് അതിനുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. പക്ഷേ ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ആ വീടിൻ്റെ റൂളറാണ് ആ സ്ത്രീ എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവളെ വീടിൻ്റെ റൂളറായിട്ടും പുരുഷനെ കുടുംബത്തിൻ്റെ റൂളറായിട്ടും നിശ്ചയിച്ചതെന്ന് വെച്ചാൽ ഖുർആനിൽ കൃത്യമായിട്ട് പറയേണ്ട റിജാൽ ഖവ്വാമൂന അലൻ നിസാ, പുരുഷൻ എന്നുള്ളത് ഒരു പ്രൊട്ടക്ടറാണ്, ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരുഷ പ്രൊട്ടക്ടറോ? നിങ്ങൾ ഭയങ്കര പ്രൊട്ടക്ഷന്റെ ആൾക്കാരാണല്ലോ. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് നടക്കുകയാണല്ലോ. ഖുർആനിൽ അല്ലാഹ് പറയുന്നത് പുരുഷ പ്രൊട്ടക്ടറാണ്, പ്രൊവൈഡർ ആണ് എന്നൊന്നല്ല. അരിജാലു ഖവ്വാമൂന എന്ന് പറഞ്ഞു. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവളാകുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താ പറഞ്ഞത്? അതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പുരുഷന്റെ വീടിന്റെ ഭരണാധികാരി പുരുഷൻ എന്തുകൊണ്ടാണ് ഭരണാധികാരി? വീടിന്റെ കുടുംബത്തിന്റെ മൊത്തം ഭരണാധികാരി പുരുഷനും ഭർത്താവിൻ്റെ വീടിൻ്റെ, അതായത് ഈ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടിൻ്റെ ഭരണാധികാരി ഈ ഭാര്യയും. അപ്പം ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ കുടുംബം എന്ന സാമ്രാജ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇസ്ലാമിൽ അനുവദനീയമായ ഒരു ഭർത്താവ് എന്ന രാജാവിൻ്റെ ഒരു 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 കൊട്ടാര സമുച്ചയം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 1.5 ഏക്കർ പറമ്പിൽ ചുറ്റുവേലിയുണ്ട്,
ആ ചുറ്റുവേലിക്ക് ഒത്ത നടുക്കായിട്ട് 4 വീടുകൾ, നാല് മൂലയിലായിട്ട് 4 കല്ല് പോലെ 4 വീടുകൾ. നമ്മളൊരു ടീ വരച്ചാൽ ഇപ്പം 4 കോണ് കിട്ടൂല നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന്. ഇങ്ങനെ 4 വീടുകളുണ്ട് എന്ന് വിചാരിക്കും. ഈ 4 വീട്ടിൽ ഓരോ ഭാര്യമാർ. ഈ 4 വീടിൻ്റെയും ചുറ്റ് ഒരു ചെറിയ മുറ്റം, കുതിരേനെയും അമ്പും വില്ലും ഒക്കെ പരിശീലിക്കാനും കുതിര ഓട്ടത്തിനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കളിമുറ്റം. ആ മുറ്റത്തിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു ലയം, ഒരു ചെറിയ കൂടാരങ്ങൾ, ഇങ്ങനെ ചെറിയ കോട്ടേജ് പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പം അതിൽ ഒരു 200, 300 അല്ലെങ്കിൽ 100, 150, അത് എത്രയാണ് സ്ഥലത്തിൻ്റെ പരിമിതി, കട്ടിൽ വാങ്ങാനുള്ള കപ്പാസിറ്റി, അടിമ സ്ത്രീകളെ വാങ്ങാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ അനുസരിച്ചിട്ട് പല ചന്തകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതും യുദ്ധത്തിൽ അധീനപ്പെടുത്തി കിട്ടിയതുമായിട്ടുള്ള സ്ത്രീകളെ പാർപ്പിച്ചിട്ടുണ്ടാവും. ഈ ചുറ്റുമതിലിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സാമ്രാജ്യത്തിൻ്റെയും റൂളറാണ് ആര്? പ്രൊട്ടക്ടറും പ്രൊവൈഡറും ആണ്. കോമ്പസും എല്ലാം കൂടിയാണ് ആര്? പുരുഷൻ. അത് വളരെ രസകരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. എന്നിട്ട് ഈ 4 വീടുകളുള്ള ഈ വീടുകളിലെ അതത് വീടുകളുടെ കാര്യക്കാരാണ് ആര്? ഭാര്യമാർ. ഇപ്പോൾ ഒരു വീട്ടിലെ ഈ ഭർത്താവിൻ്റെ ഒരു വീട്ടിലെ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ആ സാമ്രാജ്യത്തിനകത്തുള്ള ഒരു വീടിൻ്റെ ഭരണാധികാരിയാണ്. ആഹാ, കൊള്ളാല കളി. ചോദിക്കട്ടെ ഉസ്താദെ, ഒരു സ്ത്രീക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടി 4 വീടും കെട്ടി അപ്പുറത്തെ അടിമ പുരുഷന്മാരെയൊക്കെ ലയം കെട്ടി അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അങ്ങനെ ദൈവം പുരുഷനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അർരിജാലു കവ്വാമൂനെയാണ്. നിയന്ത്രണാധികാരം പുരുഷനാണ്. ഇനി അതിന്റെ കാരണം ഉസ്താദ് എന്ന് വിശദീകരിക്കും. എന്നിട്ട് അതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ ഖുറാന്റെ വായത്തുനിന്ന് ഇതിന്റെ താഴത്ത് വായിക്കുകയും ചെയ്യാം. ഇക്കണോമിക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പുരുഷനാണ്. എന്തുകൊണ്ട്? അവൻ്റെ പ്രകൃതം അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവം അവന് കൊടുത്ത റോൾ അതാണ്. അവൻ്റെ മസിൽ സ്ട്രെങ്ത് കൂടുതലാണ്, അവന് സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലാണ്, അവന് കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയും, അഗ്രസീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും, ഒക്കെ കഴിയും. അത് ഒരു പെണ്ണിന് കഴിയാത്തതാണ്. പക്ഷെ വൈവാഹിക ജീവിതത്തിൽ പുരുഷന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ സ്ത്രീക്ക് കഴിയുന്നതാണ് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ സാധാരണ നമ്മളെ നാട്ടറിവ് വെച്ചിട്ട് എന്നെ മനസ്സിലാക്കുക. ഒരു പുരുഷൻ 4 കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ് 4 ദിവസം ഇങ്ങനെ ഓരോരോ വീട്ടിൽ പോകേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെറുതെ എന്നെ കൂടെ കടത്തി പറയിപ്പിക്കേണ്ട, അതവിടെക്കട്ടെ. എന്തായാലും ഈ സോഷ്യോ എക്കണോമിക്കൽ മസിൽ അല്ലെങ്കിൽ ബുദ്ധി ഇത്തരം കലാപരിപാടികളുടെ കാരണമൊന്നല്ല അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് സ്ത്രീകൾ, പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. അതിൻ്റെ കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു അവന് കൂടുതൽ കഴിവ് കൊടുത്തത് കൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണ്. എന്ന് മാത്രമല്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, നല്ലവരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അനുസരണാശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. ആര്? ഉത്തമയായ സ്ത്രീ. എന്നാൽ അനുസരണക്കേട്, അതായത് ഈ ഗൃഹത്തിന്റെ ഭരണാധികാരി അനുസരണക്കേട് കാണിക്കും എന്ന് വീടിന്റെ രാജാവ് അനുസരണക്കേട് കാണിക്കും, വീടിന്റെ ഭരണാധികാരി അനുസരണക്കേട് കാണിക്കും എന്ന് കുടുംബത്തിന്റെ അധികാരി, ഭരണാധികാരി രാജാവിന് തോന്നിയാൽ അപ്പോൾ അവരെ ഉപദേശിക്കണം, കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തണം. എന്നിട്ട് ശരിയാവുന്നെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യുക. പിന്നെ അള്ളാഹ് ഒരു ഔദാര്യം കൊടുത്തുകയാണ് ഈ വീട്ടിലെ രാജാവിന്, രാജ്ഞിക്ക്, ഭരണാധികാരിക്ക്. അള്ളാഹു പുരുഷനിലൂടെ അനുവദിച്ചു കൊടുത്ത വലിയ ഔദാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അടിയൊക്കെ കിട്ടിയിട്ടാണെങ്കിലും ശരി അവരനുസരിച്ചാൽ പിന്നെ നിങ്ങൾ ഓൽക്കെതിരെ വേറെ നടപടിയൊന്നും ആ രാജാവിനെതിരെ, ആ ഭരണാധികാരികൾക്കെതിരെ എടുക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത്. അതായത് അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്ക തോന്നിയാൽ, അങ്ങനെ ആശങ്ക തോന്നുകയാണെങ്കിൽ നിങ്ങളെ സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക. അത് കഴിഞ്ഞിട്ട് കിടപ്പറകളിൽ നിന്ന് അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്നിട്ടവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം, കണ്ടോ, തല്ലിയിട്ടാണെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ഓൽക്കെതിരെ കടുത്ത നടപടി ഒന്നും എടുക്കരുത് കേട്ടോ എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് സ്ത്രീകളുടെ അവകാശത്തെ ഈ ഖുർആൻ വചനത്തിലൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പുരുഷന്റെ മസിലും മണിയും ഒന്നുമല്ല പ്രധാനം എന്ന് മനസ്സിലാക്കാം. ഇനി ഇദ്ദേഹത്തിന്റെ ബാക്കി ന്യായങ്ങളും കൂടി കേൾക്കാം. കുറച്ച് ദൂരം പോകാൻ നമുക്കിന്ന് പകുതി പോലും ആയിട്ടില്ല. ഒരു പെണ്ണിന്റെ ശരീരപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു നർച്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നർച്ചറിങ് എന്ന് വെച്ചാൽ അവൾ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മുലയൂട്ടാനും അവളുടെ ബോഡി എക്സ്പ്ലോറേഷൻ മാക്സിമം നടക്കുന്നത്, അവളുടെ ബോഡിയുടെ മുഴുവൻ ഓർഗൻസിനെയും പ്രവർത്തിപ്പിക്കുന്നത് ഈ നർച്ചറിങ്ങിലൂടെയാണ്. അവളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും സൂക്ഷ്മമായി നോക്കിയാൽ അതെല്ലാം നർച്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു പുരുഷന്റെ ജനനേന്ദ്രിയം നോക്കിയാൽ അവന് സൂക്ഷ്മമായി മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാവും, അല്ലേ?
എന്നും വിചാരിച്ച് പുരുഷൻ എന്ന് പറഞ്ഞാൽ മൂത്രയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതെന്നാണ് അർത്ഥം. എവിടുന്നാണ് ഇവന്മാരെ കുറ്റിയും പറിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? നോക്കൂ, ഒരു സ്ത്രീയുടെ ശാരീരിക ഘടന, അവരുടെ മാനസിക ഘടന, ഇത് പിന്നെ കുഞ്ഞിന് ജന്മം നൽകാൻ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനും പിന്നെ പ്രസവിക്കാനും കുട്ടികളെ വളർത്താനും ഒക്കെയുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സ്ത്രീ അതിന് മാത്രമുള്ളൂ എന്നാണോ? അല്ലെങ്കിൽ അത് മാത്രം മുൻനിർത്തിയിട്ടാണോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്? ഒരു സ്ത്രീയുടെ 70-80 വയസ്സിലെ ആയുസിനിടയിൽ ഈ ഗർഭാവസ്ഥയും പ്രസവം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇന്നത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് എത്ര വർഷമാണ് അതിനു വേണ്ടി ചെലവഴിക്കേണ്ടത്? 3 വർഷം, 5 വർഷം ആകെ. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇത് അള്ളാഹ് എങ്ങനെ ആക്കിയതാണ്, അതുകൊണ്ട് ഒരു കവ്വാമൂനാണ് പിന്നെ അല്ലിജാലു കവ്വാമൂൻ അല നിസായി എന്ന് പറഞ്ഞാൽ പുരുഷന് വിത്തിറക്കാനുള്ള കൃഷിയിടമാണ് എന്ന ഖുർആനിന്റെ മറ്റൊരു വചനത്തെ ന്യായീകരിക്കുകയാണ് ഇയാൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്. ഇയാൾ പറഞ്ഞു കേട്ടോ തോന്നും പിന്നെ തുല്യമായിട്ടുള്ള അവകാശങ്ങളും പിന്നെ വ്യക്തിത്വങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളൊന്നും പ്രസവിക്കാറേയില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, സ്ത്രീകളെ കേവലമായ ലൈംഗിക ഭോഗ വസ്തുവും പുരുഷന്റെ കീഴൊതുങ്ങുന്ന തൻ്റെ വീട്ടിലെ ഒരു 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 പിന്നെ എന്താ പറയാ പേഴ്സണൽ പ്രോപ്പർട്ടിയും അതിലുപരി ഒരു പ്രസവയന്ത്രവുമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസമായല്ലോ. അതൊക്കെ കേട്ടോളി. കാരണം എന്താ? അതിന്റെ തെളിവ് എന്താ? സ്ത്രീയുടെ ശരീരപ്രകൃതി കുഞ്ഞിനെ പ്രസവിക്കാനും പാലൂട്ടാനും ഒക്കെ പര്യാപ്തമായ നിരക്കാണ്. ഞാൻ പറഞ്ഞത് പുരുഷന്റെ ശാരീരിക പ്രകൃതി എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിക്കാം എന്ന അവസ്ഥയിലിരിക്കുകയാണ്. അപ്പൊ അതിനും വിചാരിച്ചിട്ട് പുരുഷന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വായ, പല്ലുകൾ, ഇതൊക്കെ കണ്ടോ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാവുന്ന അവസ്ഥയിലുള്ളതല്ലേ എന്നും വിചാരിച്ച് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നുകൊണ്ട് മരിക്കണ വരെ തിന്നണ സമയത്ത് തിന്നും. അത് കഴിഞ്ഞാൽ വേറെ പണിയില്ലേ? അതേപോലെ തന്നെയല്ലേ സ്ത്രീകൾ? ഇത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ സ്ത്രീക്ക് പ്രസവവും അല്ലെങ്കിൽ ഈ ഗർഭധാരണവും പ്രസവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിലെ ഏത് കാലഘട്ടമാണ് ഏറ്റവും അനുയോജ്യം അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മുൻപ് ശേഷമുള്ള കാലഘട്ടം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ത്രീയുടെ ലൈംഗികത, പ്രസവം, ഈ 2-3 കാര്യം മുൻനിർത്തി അള്ളാഹ് ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇനിയിപ്പോ മാറ്റി പറയാനൊന്നും കഴിയൂല. സ്ത്രീകളെ നിങ്ങൾ ക്ഷമിച്ചാളി, നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പറയല്ലാതെ ഇതൊക്കെ കടപ്പുറത്ത് വന്നിരുന്നിട്ട് ഇതുപോലത്തെ വിടുവായത്തം പറയാൻ, വിവരക്കേട് പറയാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ എന്നാണ് എനിക്ക് പറയാം. എന്തുകൊണ്ടാണ് പെണ്ണിന്റെ ശരീരത്തിന്റെ സ്കിന്നിന് ഒരു എക്സ്ട്രാ ഫാറ്റി ലെയർ ആണിനേക്കാളും കൊടുത്തിട്ടുള്ളത്? കാരണം അതൊരു വാം ഫീല് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പെണ്ണിന്റെ ശരീരത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഫിനോമിന ഉണ്ട്, തെർമൽ സിങ്ക്രണി എന്ന് പറഞ്ഞ ഫിനോമിന. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പോലും ഒരു മാതാവിന്റെ ശരീരത്തിന് കഴിയുമെന്നുള്ളതാണ്. അതൊന്നും ഒരു പുരുഷന് കഴിയുന്നല്ല. അപ്പോൾ പെണ്ണിന്റെ ശരീരത്തിന്റെ പ്രകൃതി തന്നെ അത് നർച്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള അവളുടെ റോൾ അതാണ്. എന്താണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്? നർച്ചറിങ് ആണ്, റോളാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലൈംഗിക വസ്തുവാണ്, പ്രസവയന്ത്രമാണ്. അവരുടെ റോൾ അതാണ്, പ്രൈമറി റോൾ അതാണ്, റോൾ അതാണ്. ഞാൻ ഇപ്പൊ ഇതിനിപ്പോ മറുപടി പറയണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊന്ന് ബാക്കി കേട്ടിട്ട് പോകാം. ആ റോളിൽ നിന്ന് നമ്മൾ മാറുമ്പോഴാണ് സത്യത്തിൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ റോള് നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഇതൊരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ഈ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ്. അത് നിർവഹിച്ചുകൊണ്ട് നമ്മൾ ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല. അതാണ് അപ്പം സ്ത്രീയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഭർത്താവിനനുസരിക്കുക എന്നുള്ളതാണ്. ഭർത്താവിനനുസരിച്ചുള്ളവർക്ക് എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് ഉസ്താദ് ഇപ്പൊ പറഞ്ഞിട്ട് രത്ന ചുരുക്കം. അത് ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണ് കേട്ടോ. സ്ത്രീയുടെ പ്രൈമറി റോള് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുക. പിന്നെ നർച്ചറിങ് ആണ്. നർച്ചറിങ് ഇപ്പോൾ ഒരു കൊല്ലത്തിലൊക്കെ 2 കൊല്ലത്തിലൊക്കെ അല്ലേ പ്രസവിക്കാൻ പറ്റുള്ളൂ മാക്സിമം. അപ്പൊ ഗർഭം ധരിച്ചു പിന്നെ പ്രസവിക്കുന്നത് വരെ നർച്ചറിങ് ഇല്ലല്ലോ. അപ്പൊ അവിടെ റോൾ എന്താണ്? അപ്പൊ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്, പിന്നെ ഈ വീടിന്റെ ഭരണാധികാരിയാണ്. അപ്പൊ കുടുംബത്തിന്റെ ഭരണാധികാരി 4 ദിവസം കൂടുമ്പോൾ വീട്ടിൽ വരും. അങ്ങനെ വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ ഈ ഭർത്താവിനെ അനുസരിക്കലും ഭർത്താവിന് സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കലാണ് ആസ് പെർ മഹർ കരാർ പ്രകാരം സ്ത്രീയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി, റോൾ അതാണ്. അങ്ങനെ വരുമ്പോൾ ഭർത്താവ് വീട്ടിലിരിക്കുന്ന സമയത്ത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് സുന്നത്ത് നോമ്പ് എടുക്കാൻ പോലും സ്ത്രീക്ക് ഭർത്താവിന്റെ അനുവാദം വേണമെന്ന് മനസ്സിലായ നിങ്ങൾക്ക്? അതായത് ഇപ്പൊ ഭർത്താവ് വീട്ടിലുണ്ട്, ഇപ്പൊ ഭാര്യ വിചാരിക്കുകയാണ് ഇന്ന് എന്നാ ഒരു നോൽമ്പ് എടുക്കാം, ഒരു സുന്നത്ത് നോൽമ്പ് എടുക്കാവുന്ന ദിവസമാണ്, അപ്പൊ എന്നൊരു സുന്നത്ത് നോൽമ്പ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ വിചാരിക്കുകയാണ് സുന്നത്ത് നോൽമ്പ് എടുക്കാമെന്ന്. പക്ഷെ ഭർത്താവ് വീട്ടിലുണ്ട്. അപ്പൊ നോമ്പിനേക്കാൾ പ്രധാനം ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കലാണ്. അതാണ് സ്ത്രീയുടെ പ്രൈമറി ഡ്യൂട്ടി. അല്ലേ ഉസ്താദെ? അല്ലേ ബാസിലെ? അല്ലേ UA ടീമെ? അല്ലേ മുജാഹിദ് ബാലിശ്ശേരിയെ? അല്ലേ ഹുസൈൻ സലഫി, റഫീഖ് സലഫിയെ? അല്ലേ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് നോൺസെൻസുകാരെ? അല്ലേ? അള്ളാഹുവിന് ഇബാദത്ത് കൊടുത്തതിനേക്കാളും വലിയ കാര്യമാണ് ഭർത്താവിന് ആസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കൽ. കാരണം എന്താ? അത് സ്ത്രീക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള
പ്രൈമറി റോൾ അതാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഗർഭം ധരിക്കുക, പ്രസവിക്കുക. ഞാൻ ചോദിക്കുന്നത്, ചോദ്യം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സഹോദരി ചോദിച്ച ചോദ്യം. ആ സഹോദരി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണോ അല്ലേ എന്ന് വിലയിരുത്തുക. ഒരു മൂല്യമാര് പറഞ്ഞ എന്താ നിങ്ങൾ ആലോചിക്കും. അപ്പൊ അതാണ് പ്രൈമറി റോൾ. എന്നിട്ട് പുരുഷന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി കുടുംബത്തിന്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഉത്തരവാദിത്തമാണെങ്കിൽ അതിൽ നിന്ന് മാറാതെ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഒരു പെണ്ണിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആ കുടുംബത്തിന്റെ പിന്നെ വീടിന്റെ റൂളർ എന്നുള്ളതാണെങ്കിൽ അതിൽ നിന്ന് മാറാതെ അവൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല. അവളൊരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആകുന്നതുകൊണ്ട്, അവളൊരു ബിസിനസ്സുകാരാകുന്നതുകൊണ്ട്, അവളൊരു ഏതെങ്കിലും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒന്നും അതിന് തടസ്സമല്ല. പക്ഷെ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് സത്യത്തിൽ കുടുംബത്തിന്റെ അകത്തുള്ള ഹാർമണി തെറ്റുന്നത്, അതിന്റെ താളക്രമം തെറ്റുന്നത്. അതാണ്. അതായത് പുരുഷന്റെ പ്രൈമറി റോള് പറഞ്ഞാൽ വീട്ടിൽ ചെലവിന് കൊടുക്കാം. ഒരു വീടല്ല, ചിലപ്പോൾ 4 വീടും പിന്നെ കുറച്ച് അടിമ ടെൻറ്റുകളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ട സമ്പത്ത്, ഇവർക്കൊക്കെ തിന്നാൻ, കുടിക്കാൻ, വസ്ത്രം എന്നിത്യാദി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന റോളാണ് പാവം പുരുഷന്. എൻ്റെ ചങ്ങായിമാരെ അങ്ങനെ ഓടി നടന്നിട്ടുണ്ടാവുന്നതാണ് ഈ മസിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ മസിലുണ്ടാവും. അങ്ങനെ പുരുഷന്റെ പ്രൈമറി റോള് പറഞ്ഞാൽ അവനവന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്യാൻ വേണ്ടി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കുടുംബം എന്ന സാമ്രാജ്യത്തിനകത്ത് ടെന്റ് കെട്ടി താമസിക്കുന്ന അടിമ സ്ത്രീകളും വീട്ടിൽ താമസിക്കുന്ന ഭാര്യമാരും ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് തീറ്റയും കൂടി ഉണ്ടാക്കി കൊടുക്കലാണ് ഇയാളുടെ പ്രൈമറി റോള്. അതാണ് അവരുടെ പ്രൈമറി റോള് എങ്കിൽ അയാളുടെ അവകാശം എന്താണ്? ഇയാൾ ചെല്ലുമ്പോൾ സുഖാസ്വാദനത്തിന് സൗകര്യം കൊടുക്കൽ, ഗർഭം ധരിക്കൽ, പ്രസവിക്കൽ, കുട്ടികളെ വളർത്തൽ. ഇതാണ് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രൈമറി റോള്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രേ ഉള്ളൂ. ലളിതം, സുന്ദരം. ഇതിനേക്കാൾ ലളിതമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് റോളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക? ഉസ്താദ് വിചാരിച്ചാൽ പോലും പറ്റൂല. ഇതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ റോള്. ഇനി അതിനനുസരിച്ച് നിന്നുകൊണ്ട് ആ റോളിൽ നിന്ന് തെറ്റിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കുഴപ്പമില്ല എന്നാണ്. അത് നമുക്ക് വരാം, അതിലേക്ക് വരാം. ഇവിടെ ഈ പെണ്ണിനോട് ഒരു ലിബറൽ സമൂഹം പറയാണ്, നീ ഇപ്പൊ അനുഭവിക്കുന്നതല്ല ഒരു പാട്രിയാർക്കിയാണ്, നീ ഒരു പുരുഷന്റെ കീഴിൽ അടിമയാണ് എന്ന് നമ്മളെ ചെവിയിലേക്ക് വരുന്നത് ഒന്ന് ലിബറൽ ആയിട്ടുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ നിന്നാൽ, ഈ ക്യാമ്പയിനിൽ നിന്നാണ്. അതാണ്, അങ്ങനെയാണ്. ശരിക്കും അങ്ങനെ അല്ല എന്നാണ് ഇപ്പൊ ഇയാൾ പറയണത്. അതായത് ഇത്രേ ഉള്ളൂ. മറ്റേ സിനിമയില് രേവതി പറഞ്ഞ മാതിരി ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, എന്തിനാണ് ഇവന്മാർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഭ്രാന്താണല്ലേ, എന്നോട് ഒരുപാട് പേരാ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങൾക്ക് പ്രൈമറി റോൾ പറഞ്ഞു തന്നില്ല. അപ്പൊ പുരുഷന്റെ പ്രൈമറി റോളും സ്ത്രീയുടെ പ്രൈമറി റോളും വിശദമായി പറഞ്ഞു തന്നിട്ട് പിന്നെ അത്രയുള്ള പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങളോട് ഇവിടെ വന്നിട്ട് ചില ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളും ഇവിടുത്തെ ലിബറൽ ആക്ടിവിസ്റ്റുകൾ പറയാണ്, മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഭർത്താവിന്റെ തടവറയിലാണ്, നിങ്ങൾ പുരുഷാധിപത്യത്തിന്റെ ഇരകളാണ്, നിങ്ങളുടെ മതനിയമം നിങ്ങളെ പൂർണ്ണമായ വ്യക്തികളായിട്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ടാക്കണ പ്രശ്നമാണ്. ഇസ്ലാമിൽ ഒരു പ്രശ്നമില്ല എന്നാണ് ഈ ചങ്ങായി പറയുന്നത്. എന്നാൽ ഖുർആനിൽ അള്ളാഹു പറയണതോ പോലെ പ്രൈമറി റോള് അവരെ കുറിച്ച് അള്ളാഹു പറയണത്, നിങ്ങളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോട് പറയണ്ട. ഖുർആൻ വചനങ്ങളൊന്ന് കേട്ടോളി. ഞാൻ ഓരോ സമയത്ത് ഖുർആൻ വചനം എടുക്കുമ്പം അടിവരയിടുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ വിഷയത്തിൽ എവിടെയാണോ നമ്മൾ ഊന്നേണ്ടത് അവിടെയാണ് നമ്മൾ അടിവരയിടുക. അപ്പോൾ ഒരേ ഖുർആൻ വചനത്തിന്റെ സ്ലൈഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ സമയത്തും ആ ഖുർആൻ വചനം നമ്മൾ പുനർവായന നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കൂ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്, പ്രവേശിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. ഇത് ആരോടെ പറയണ? പുരുഷനോട് പറയാൻ കേട്ടോ. ഇതിൽ സ്ത്രീ ഇല്ല. പുരുഷനോട് അള്ളാഹു തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാന്റെ ഭാര്യയല്ല, പുരുഷന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കും വിധം നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക്, അതായത് ആരുടെ? പുരുഷന്റെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഓഫർ കൊടുത്തിട്ട് അള്ളാഹ് ഖുർആനിൽ പിന്നെ പറയണ എന്താണ്? സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ പുരുഷന്മാര് ഇങ്ങനെയൊന്നും ആണെന്ന് വിചാരിക്കാത്ത, അറിയാത്ത പുരുഷന്മാരോട്, സ്ത്രീ കൃഷിയുടെ ആണെന്നൊന്നും ചിന്തിക്കാത്ത പുരുഷന്മാരോട് സന്തോഷ വാർത്ത പറഞ്ഞോളി. ഓല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഓല കൃഷിയിടങ്ങളാണ്, എല്ലാ പുരുഷന്മാരെയും സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് അള്ളാഹ് ഖുർആൻ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇത് അമ്പലം വിഴുങ്ങിയിട്ടില്ല, വക്ക് കടിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ പണ്ട് പറയില്ലേ, എന്നതുപോലെ നമ്മൾ പകുതി ദൂരം പിന്നിട്ടിട്ടുള്ളൂ. ഇനി ബാക്കി രണ്ടാമത്തത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ഒരു പാട്രിയാർക്കി ഉണ്ട്. ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി രൂപം എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ മൊബിലിറ്റി റിസ്ട്രിക്റ്റ് ചെയ്യുന്ന, അവളെ വീട്ടിൽ മാത്രം നിർത്തിക്കൊണ്ട് അവളെ വീടിന്റെ ജോലികൾ ചെയ്ത് നിർത്തിക്കൊണ്ടുള്ള സംഗതിയാണ്. അത് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയാണ് സുഹൃത്തുക്കളെ.
വീട്ടിൽ മാത്രം സ്ത്രീകളെ നിർത്തിക്കൊണ്ട് അവിടെ സ്ത്രീകളെ കൊണ്ട് ആ പണിയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അതൊക്കെ ബ്രാഹ്മണിക്കലാണ്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നേരത്തെ പറഞ്ഞ ഓർക്കണം, അത് അള്ളാഹുവിന്റെ നിയമം അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എന്ന് നിങ്ങൾക്കറിയോ, സ്വന്തം വാപ്പ ഈ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യുന്നില്ലാത്തതിനെ ഒന്ന് വിശദീകരിച്ചു തരാണേ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മൊബിലിറ്റി എത്രത്തോളം അനുവദിക്കുന്നു എന്ന് അറിയാൻ ഇതിലും മികച്ചൊരു ഉദാഹരണം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ അയമുട്ടി ഹാജിക്ക് 4 പെണ്ണുങ്ങളാണ്. അതിൽ ആദ്യത്തോളാണ് ഖദീസക്കുട്ടി. ഖദീസക്കുട്ടീൻ്റെ വാപ്പ കോയക്കുട്ടി ഹാജി മരണാസന്നനായിട്ട് ആശുപത്രി കിടക്കുക. അപ്പോൾ ഈ വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഖദീസക്കുട്ടിക്ക് പോകണം. അയമുട്ടി ഹാജി ആണെങ്കിൽ ഇപ്പുറത്ത് നബീസക്കുട്ടിൻ്റെ അവിടെയാണ്. അന്ന് പോയതാണ് 2 ദിവസമായിട്ട്. അയാളുടെ സാമ്രാജ്യം കുറച്ച് വിശാലമാണ്. അപ്പോൾ വീട് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ്. ഖദീസക്കുട്ടിക്ക് വാപ്പാനെ കാണാൻ പോകണം, മരണാസന്നനാണ്. പോകാൻ പറ്റുമോ ഇല്ലേ? മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യാത്ത, ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ഒന്നും ഇല്ലാത്ത ഇസ്ലാമിന്റെ ഹുക്കുമാണ് ഞാൻ ചോദിക്കുന്നത്. ഹമുക്കുകളെ ഉത്തരണ്ടേ പറഞ്ഞോളി. ആ 3 ഹമുക്കിൽ ഏതിനും പറയാം ഉത്തരം. ഇനി അതും കൊണ്ടുപോയി ബ്രാഹ്മണന്റെ തലി വെച്ചാൽ മതിയോ? എല്ലാം കൊണ്ടുപോയി ബ്രാഹ്മണന്റെ തലി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ബ്രാഹ്മണനുള്ള നമ്മൾ വേറെ കൊടുക്കും, ബ്രാഹ്മണന്മാർക്ക് കൊടുക്കും. ബ്രാഹ്മണ്യത്തിനുള്ള പ്രശ്നം നമ്മൾ വേറെ കൊടുക്കും. ഇതിന് മറുപടി പറയും. ഖദീസക്കുട്ടിക്ക് വാപ്പാനെ കാണാൻ കോയക്കുട്ടി ഹാജിന്റെ സമ്മതമല്ലാതെ പോകാൻ പറ്റൂല എന്ന് മാത്രവുമല്ല, അങ്ങനെ ഇറങ്ങിപ്പോയാൽ പിന്നെ ആ ദിവസം ചെലവിന് കൊടുക്കൽ ഓനക്ക് നിർബന്ധമില്ല എന്ന് മാത്രവുമല്ല, ഈ കോയക്കുട്ടീന്റെ സമ്മതമല്ലാതെ ഖദീസക്കുട്ടി ഇറങ്ങിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് പ്രത്യേകം മലക്കുകളെ നിശ്ചയിക്കും. എന്തിനാ? ഈ യാത്രയിലുടനീളം ഇവർ അള്ളാഹുവിന്റെ കോപത്തിലും ശാപത്തിലുമായിരിക്കും. ഇവരെ പ്രാകാൻ വേണ്ടി മലക്കുകളെ ഏർപ്പാടാക്കും. ഈ സ്വന്തം പിതാവ് മരണാസന്നനായി കിടക്കുമ്പോൾ ഭർത്താവിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ഒരു ഭാര്യ ഇറങ്ങിപ്പോയാൽ, ഈ മകൾ വാപ്പാനെ കാണാൻ ഇറങ്ങിപ്പോയാൽ, അവൾ ഭർത്താവിന്റെ അനുസരിക്കാതെ അനുമതിയില്ലാതെ പോയതിന്റെ കാരണത്താൽ അള്ളാഹുവിന്റെ ശാപത്തിലും കോപത്തിലുമായിരിക്കും എന്ന് മാത്രമല്ല, ഈ ഭർത്താവ് അത് തിരുത്തി പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതിനിടയിൽ ഈ യാത്രയിൽ ഈ സ്ത്രീകൾക്ക് ഒരു മരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അള്ളാഹുവിന്റെ കോപത്തിലായി മരിക്കുകയും ചെയ്യും എന്നാണ് മൊബിലിറ്റി ഒന്നും റെസ്ട്രിക്ട് ചെയ്യാത്ത വിശാലമായ അള്ളാഹുവിന്റെ മതത്തിലെ ഇസ്ലാമിലെ നിയമം. അല്ലേ? പിന്നെ വീടിൻ്റെ ഉള്ളിൽ തടച്ചിടൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ, കിതാബ് എടുപ്പിക്കണോ? എന്തിനോ? എൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് പറഞ്ഞു പോവാം. നിങ്ങൾ കുറേ തളി മറിച്ചത് കൊണ്ട് കുറച്ചധികം പറയട്ടെ. 10-20 മിനിറ്റ് ഇരുന്ന് തള്ളിയതല്ലേ, ഞാനിതൊക്കെ ഒന്ന് പറയട്ടെ. ഓക്കെ, ബാക്കി അടുത്ത ദിവസം അടുത്തിൽ തരാം. പിടിച്ചോളി. ഇസ്ലാമിൽ നിങ്ങൾക്കറിയാം, പുരുഷനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ പറയാണ്, എൻ്റെ ഭർത്താവ് വീട്ടു ജോലിയിൽ എന്നെ സഹായിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ വീട്ടു ജോലികളിൽ പുരുഷൻ സഹായിക്കണം എന്നാണ്. പെണ്ണിനോട് വീട്ടിലെ ജോലി എടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷെ ആണിനോട് പ്രത്യേകം എടുത്തു പറയാണ്, വീട്ടിലെ ജോലി നിങ്ങൾ എടുക്കണം എന്നുള്ളത്. എന്നിട്ട് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകുമായിരുന്നു എന്ന് പ്രവാചകന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. അയാൾ വീട്ടിലെ ജോലി എടുക്കും, ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകും. നിങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ വിവരക്കേട് ഉള്ളവന്മാരാണോ അതോ വിവരക്കേട് അഭിനയിക്കുകയാണ്? എന്താ ഇയാൾ പറഞ്ഞത്? പുരുഷന്മാരോടാണ് അള്ളാഹ് പറഞ്ഞ നിങ്ങൾ വീട്ടിലെ സഹായിക്കണം, നിങ്ങൾ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കണം എന്ന് നബി അല്ല കേട്ടോ, നബി പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെ അർത്ഥം മനസ്സിലായില്ലേ പൊന്നാര് ചെങ്ങായിമാര്? നിങ്ങൾ വെറുതെ ഹമുക്കുകളെ വിളിക്കണേ. ഹമുക്കുകൾ പറഞ്ഞാൽ വിവരമില്ലാത്ത എന്നുള്ള അർത്ഥമല്ലോ കേട്ടോ, വേറെ ഒന്നുമില്ല. അല്ലെ നമ്മൾ ഹിമാറയെന്നേലും വിളിച്ചത്, ഹിമാറയെന്ന് വിളിച്ചിട്ട് ഐറ്റൊക്കെ നമ്മൾ ഒരു ജീവിനെ ബുദ്ധിമുട്ടാക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോ ആയിഷ പറയണം പോലും, നബിയൊക്കെ എന്നെ സഹായിച്ചിരുന്നു എന്ന് മാത്രമല്ല, നബി പറഞ്ഞിരുന്നു നിങ്ങൾ ഭാര്യമാരെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അസറപ്പും ബസീറുമാണ് വർക്ക് ഷോപ്പിലുള്ളതെങ്കിൽ അസർപ്പിനോട് മൊലാളി പറയാണ്, അസർപ്പേ ബസീറിനെ സഹായിക്കണം കേട്ടോ ഓൻ ചെയ്യണ കാര്യത്തിൽ പറഞ്ഞാൽ ഈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഈ ചെയ്യേണ്ട പണി അല്ലേ ഭാര്യക്കാണ് ഉത്തരവാദിത്തം. ഭാര്യനോടത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല വീട്ടിലെ പണിയെടുക്കണമെന്ന്. ഭർത്താവിനോട് പറയാം നിങ്ങളൊന്ന് പറ്റണ പോലെയൊക്കെ സഹായിച്ചു കൊടുക്കണമെന്ന്. നല്ലതാണ്, എല്ലാവരും പറ്റണ പോലെ സഹായിച്ചോളി. അങ്ങനെ ഭാര്യമാരെ സഹായിക്കണം എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമല്ല, ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഈ പണി എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരിക. ഞാൻ പഠിച്ച മലയാളത്തിൽ അങ്ങനെയാണ്, നിങ്ങളെ മലയാളത്തിൽ എങ്ങനെയാ എനിക്കറിയില്ല. അല്ലേ കൂട്ടരെ? അല്ലേ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? എന്നിട്ട് ഞാനൊരു ഉദാഹരണം കൂടി കേട്ടോളി കേട്ടോ, ഒന്നുകൂടി ഉദാഹരണം കേട്ടോളി.
ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇസ്ലാമിക ഫിഖിൽ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പെണ്ണിന് ഒരു വീട്ടിലൊരു ജോലിക്ക് ആളാവശ്യമുണ്ടെങ്കിൽ അത് ഭർത്താവ് അതിന് കഴിയുമെങ്കിൽ അത് വെച്ച് കൊടുക്കണമെന്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മകള് ഫാത്തിമ റളിയല്ലാഹു പോയിട്ട് ചോദിക്കുന്നുണ്ട് വീട്ടു ജോലിക്ക് ഒരാളെ തരണം എന്നുള്ളത്. അത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു പരിഹാരമാണ് അതിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പരിഹാരം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം, അത് ഹദീസ് ഇതാ കണ്ടോളി, വായിച്ചോളി. നിങ്ങൾ എങ്ങനെ മുണുങ്ങി പോയാൽ എങ്ങനെയാ? നമുക്ക് ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ പറഞ്ഞത്? ഭർത്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യക്ക് വീട്ടിൽ വേലക്കാരി വേണമെന്ന് പറഞ്ഞാൽ വേലക്കാരിനെ വെച്ചു കൊടുക്കണം. ശരിയാണ്, വെച്ചു കൊടുക്കണം. കാരണം മഹർ അനുസരിച്ച് കരാർ എഴുതിയിട്ടുള്ളത് വീട്ടുപണി എടുക്കാനല്ല, അത് ശരിയാണ്. നിങ്ങൾ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറാതെ വേണമെങ്കിൽ വീട്ടുപണി ചെയ്യാം. പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താ? ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കലും കുട്ടികളെ പെറ്റുപോറ്റലും, അതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനത്തെ ശരീരഘടനയിലേക്കും വടിവിലേക്കും കർവിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നർച്ചറിങ്ങിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ. അപ്പൊ അതാണ് ഭാര്യയുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അതിന് തടസ്സം ഉണ്ടാവുന്ന അവസ്ഥയാണെങ്കിൽ, വേലക്കാരി ഇല്ലെങ്കിൽ ഇതിന് തടസ്സമാണെങ്കിൽ വേലക്കാരിനെ വെച്ചു കൊടുക്കണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേലക്കാരിനെ ചോദിച്ചുകൊണ്ട് നബീന്റെ അടുത്ത് ചെന്ന ഫാത്തിമാന്റെ കഥ ആ ഹദീസിലുണ്ട്. അതായത് നബി എമ്പാടും യുദ്ധത്തിന് പോയി ആണുങ്ങളെയൊക്കെ കൊന്ന് എമ്പാടും പെണ്ണുങ്ങളെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് സ്വന്തം അനുചരന്മാർക്കൊക്കെ വീതം വെച്ച് കൊടുക്കുമ്പോൾ ഫാത്തിമ ഈ ഗോതമ്പ് മാവ് അരക്കാൻ വേണ്ടി അരകല്ലിൽ അരച്ചരച്ച് കൈ മൊത്തം തഴമ്പ് വന്ന് അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളി വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. അപ്പോൾ അലി പറഞ്ഞത് അനുസരിച്ചിട്ടാണോ അല്ലേ നബീൻ്റെ അടുത്ത് പോയിട്ട് ഫാത്തിമ ഒരു വേലക്ക് ഈ സെർവൻ്റായിട്ട് ഒരാളെ സഹായത്തിന് ഒരു സ്ത്രീയെ അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷയായിട്ട് ചെന്നു. അപ്പോൾ അവിടെ ആരില്ല? മുഹമ്മദ് നബി ഇല്ല. ഈ വിവരം ആയിഷയുടെ അടുത്താണ് കിട്ടുന്നത്. ആയിഷ പറഞ്ഞ രണ്ടാം കൂടി ഇളയമ്മ. ഈ രണ്ടാം കൂടി ഇമ്മാന്റെ അടുത്ത് ആയിഷ എന്നിട്ട് ഫാത്തിമ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് പറഞ്ഞപ്പം അലി പറയുന്നത് ഇത് ആയിഷ നബിനോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ നബി വൈകുന്നേരം ആയപ്പോൾ രാത്രിയായപ്പോൾ ഫാത്തിമ അലി താമസിക്കുന്ന വീട്ടിൽ വന്നു. എന്നിട്ട് അവരെ കട്ടിലിന്റെ നടുക്ക് കുത്തിരുന്നു. അങ്ങനെ ഈ ഇരിക്കണ സമയത്ത് പിന്നെ അലി അവിടെ കിടന്നുറങ്ങായിരുന്നു, കിടക്കായിരുന്നു. അപ്പം മുഹമ്മദ് നബിനെ കണ്ടപ്പോൾ അലി ഒന്ന് നീക്കാൻ പറഞ്ഞു. വേണ്ട അവിടെ കിടന്നു പറഞ്ഞു. നബി അടുത്ത് കുത്തിരുന്നു. എന്നിട്ട് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്ത് ഇങ്ങനെ ഒരു അടിമ സ്ത്രീയെ വേലക്കാരിനെ ചോദിച്ചു വന്നപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, വേറൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു പറഞ്ഞല്ലോ. ആ പലഹാരം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ആ പലഹാരം ആയിഷ പറഞ്ഞു കൊടുത്ത പലഹാരമായിരിക്കോ? ആയിഷ ഫാത്തിമാക്ക് വല്ലതും സഹായിക്കാൻ സമ്മതിക്കുമോ? ആയിഷ പറഞ്ഞതിന്റെ പ്രകാരമാണോ അല്ലേന്ന് അറിയില്ല. എന്തായാലും നബി പറഞ്ഞു കൊടുത്തത് ഞങ്ങൾക്ക് ഈ ഒരു വേലക്കാരിനെ കിട്ടുന്നേക്കാളും നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടേന്ന് ചോദിച്ചു. എന്നാ ആയിക്കോട്ടെ പറഞ്ഞു തരീന്നായി. അപ്പൊ പറഞ്ഞു നബി, നിങ്ങൾ അള്ളാഹു അക്ബർ 33 വട്ടവും, അതേപോലെ സുബ്ഹാനല്ലാഹ് ഒരു 33 വട്ടവും, അൽഹംദുലില്ലാ ഒരു 33 വട്ടവും ചൊല്ലിക്കോ. ഒരു 34 വട്ടം എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. ഏതോ ഒരു ദിക്ർ കേട്ടോ. ഇതാണ് അതിന് പകരം മറ്റൊരു വഴി നബി പറഞ്ഞു കൊടുത്തത്. ആ വഴിയും കൂടി നാട്ടുകാർ അറിഞ്ഞോട്ടെ എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഹദീസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മിക്കല്ല, ഇതിന് എന്താ പറയാ, ഒലക്കയോ അല്ലെങ്കിൽ ആട്ടുകല്ലിന്റെ കുഴയോ ഇതെന്തൊക്കെ പിടിച്ചിട്ട് ഇവരുടെ കൈ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലായപ്പോഴാണ് ഒരു സെർവന്റിനെ ചോദിച്ചിട്ട് നബീന്റെ അടുത്ത് മകൾ പോയതെന്ന്. അപ്പൊ പറഞ്ഞു കൊടുത്ത പരിഹാരം ചൊല്ലിക്കൂട് അല്ലാഹു അക്ബർ 33, അൽഹംദുലില്ലാ 33, സുബ്ഹാനല്ലാഹ് 30, പിന്നെ വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10, 3 സലാത്തും. വീട്ടു ജോലിക്ക് ഒരാളെ ചോദിക്കാമെന്നും വീട്ടിൽ പിന്നെ ഭാര്യ ജോലി എടുക്കേണ്ട ആളാണെന്നുള്ളതൊക്കെ ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ നമ്മുടെ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് ആ വീടിന്റെ ഭരണാധികാരിയാണ്. അതായത് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടത് സ്ത്രീകളാണെന്നും സ്ത്രീകൾ വീട്ടു ജോലി തന്നെ ചെയ്ത് അവിടെ നിൽക്കണം, അതൊക്കെ ഒരു ബ്രാഹ്മണിക്കൽ സാധനം. അത് ഇസ്ലാമായിട്ട് ബന്ധമല്ല. അതേസമയത്ത് ഇസ്ലാമിൽ ആകെയുള്ള പ്രശ്നം എന്താ? ഇസ്ലാമിൽ വീടിന്റെ ഭരണാധികാരി ആരാണ്? ഭാര്യ. അതുകൊണ്ട് ആ ഭാര്യയ്ക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അതിപ്പോൾ ഭാര്യ ചെയ്താലും കുഴപ്പമില്ല, അയലോക്കത്തെ താത്താനെ വിളിച്ച് ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല, ഇനി ഭർത്താവിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഉത്തരവാദിത്തം അല്ലാതെ അങ്ങനെ ഒരു ചെയ്തോളണമെന്നൊന്നുമില്ല, അതിന് ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അതായത് വീട് തുടക്കേണ്ടതിൻ്റെയും അടിച്ചു വരേണ്ടതിൻ്റെയും പാത്രം കഴുകേണ്ടതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം മാത്രമേ സ്ത്രീക്കുള്ളൂ. അതുപോലെ തന്നെ ചെയ്യോളണം നിർബന്ധമൊന്നുമില്ല. അത് അവർക്ക് സ്വയം ചെയ്യാം, അത് ഭർത്താവിന് ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? വീടിന്റെ ഭരണാധികാരി എന്ന നിലക്ക് ഭാര്യക്കാണ്. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ശരി, അത് പിന്നെ പെൺകുട്ടികൾ മാത്രം ചെയ്യേണ്ടല്ല, ആ വീട്ടിൽ ആൺകുട്ടികൾക്കൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇസ്ലാമിലില്ല. അതൊക്കെ നമ്മളെ ഈ സൊസൈറ്റിയിൽ നിന്ന് കൾച്ചറലി ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വന്ന നമ്മളുടെ തോട്ട്സ് ഉണ്ടാവുന്നതാണ്. അതായത് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലുള്ളതൊക്കെ കൾച്ചറലി ഓർഗനൈസ് ചെയ്ത് വന്നിട്ടുണ്ടായതാണ്. സത്യമാണത്. ഏതൊഴികെ ഈ മൊയ്ലിയന്മാരുടെ കല്യാണപ്പിരാന്തൊഴികെ ബാക്കിയൊക്കെ
പഠിക്കാൻ പോകണം, സ്വന്തമായിട്ട് നിൽക്കണം, ജോലി ചെയ്യണം, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ, ഇതൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്ന് മുസ്ലിം പെൺകുട്ടികളെ ആർജിച്ചതാണ്. ഇസ്ലാമിൽ അനുവാദം ഉണ്ടായിട്ടല്ല. ഇസ്ലാമിലെ നിയമങ്ങളെ പുറംകാല് കൊണ്ട് തൊഴിച്ച് തോട്ടിലെറിഞ്ഞിട്ടാണ്, പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും. അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ ചേരുന്നത്. അവർ മിക്സഡ് സ്കൂളുകൾ പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, വെല്ലുവിളി. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രകാരമുള്ള ഹൈസ്കൂൾ മുതൽ അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം, മിക്സഡ് സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ പഠിക്കൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹലാലാണോ ഹറാമാണോ? ഞാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ മൂക്ക് താഴത്തോട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരെ വെല്ലുവിളിക്കണം, മറുപടി പറയാൻ. മുജാഹിദ് ബാലുശ്ശേരിക്ക് പറയാം, റഫീഖ് സലഫിക്ക് പറയാം, ഹുസൈൻ സലഫിക്കും പറയാം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിൽ, അത് ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും മാറിയിരുന്നിട്ടാണെങ്കിലും അത്തരം സ്കൂളുകളിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷമുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ പഠിക്കുന്നത്, പല്ല് ഡോക്ടറാവാൻ വേണ്ടിയിട്ടും ഡെന്റൽ കോളേജിൽ പഠിക്കുന്നത്, ആയുർവേദ ഡോക്ടർമാരാവാൻ പഠിക്കുന്നത്, MBBS പഠിക്കുന്നത്, ഹിസ്റ്ററിയും എക്കണോമിക്സും പഠിക്കുന്നത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അനുവദനീയമാണോ? അല്ലേ? അല്ല എന്നാണ് ഉത്തരം. അപ്പോഴോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, ജോലി നേടുന്നുണ്ടല്ലോ, ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ, വലിയ ബിരുദങ്ങളും വലിയ ജോലികളും കരസ്ഥമാക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അവർ ഈ നാട്ടിലെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ തൽക്കാലം അവരുടെ മണി പേഴ്സിൽ സിബിട്ട് പൂട്ടി വെച്ചിട്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്, ഇസ്ലാമിനെ പളയ കളഞ്ഞിട്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭർത്താവിന്റെ അനുമതിയില്ലാതെ, ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൽ ഭാര്യയ്ക്ക് അനുമതിയില്ല. ഹൃദയ ശസ്ത്രക്രിയ എന്ന ഡോക്ടർ, അല്ലെങ്കിൽ ഗൈനക്കോളജി ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ, അവർ ആശുപത്രിയിൽ 3 സർജറി, അല്ലെങ്കിൽ അന്ന് എമർജൻസി സർജറി ആയിട്ട് അത്യാവശ്യമായിട്ട് ആശുപത്രിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഭർത്താവ് മൈമൂട്ടിയക്ക കയറി വരുന്നത്. ഇജ്ജ് എവിടുക്ക അവളെ, ഞാൻ ഇന്നൊരു സർജറി ഉണ്ട്, അർജന്റ് ആയിട്ട് ഒരു പെൺകുട്ടി അവിടെ സിസേറിയൻ ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്, ഞാനൊന്ന് പോകുകയാണ്, ഇജ്ജ് അവിടെ നിൽക്ക്, ഇച്ചൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് പോകാൻ പറ്റുമില്ലേ? നിങ്ങൾ പറയും, നിങ്ങൾ മറുപടി പറയും. നിങ്ങൾ കുറെ ഡോക്ടർമാരല്ലേ വട്ടത്തിൽ നിന്ന് വർത്താനം പറയണേ. ഒരു ഗൈനക്കോളജി ഡോക്ടറായിട്ടുള്ള മുസ്ലിം സ്ത്രീ വിവാഹിതയാണെങ്കിൽ അവർക്ക് കല്യാണം പഠിക്കാനൊക്കെ അനുവാദം കൊടുത്തു, ഭർത്താവ് അല്ലെങ്കിൽ ബാപ്പാന്റെ കൂടെ ഇരുന്ന് പഠിച്ചു. കല്യാണം കഴിഞ്ഞാൽ എന്നു ജോലിക്ക് പോയിക്കോ, പക്ഷെ എന്റെ സുഖാസ്വാദനത്തിന് തടസ്സം നിൽക്കരുത് എന്നുള്ള നിബന്ധനയിൽ ഭർത്താവ് ജോലിക്ക് വിട്ട ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അവസ്ഥയിൽ ഒരു എമർജൻസി സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു പെൺകുട്ടിയെ കയറ്റി ഗർഭിണിയാണ്. അപ്പോഴാണ് ഭർത്താവ് മൈമൂട്ടി കയറി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ജിപ്പ പോകല്ലേ, ഇജ്ജ് അവിടെ വെച്ചൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർക്ക് പോകാൻ പറ്റുമല്ലേ? മതത്തിന്റെ ഹുക്കുമ് പറയണം, അല്ലാതെ ഹമുക്കത്തരം പറയരുത്. നിങ്ങളിത് എങ്ങനെയൊക്കെ പുട്ടി അടിക്കാൻ ശ്രമിച്ചാലും നടക്കൂല. വൃത്തികേടുകൾ, വിവരക്കേടുകൾ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നതല്ലാതെ നിങ്ങളെ ഈ തരത്തിൽ മെഴുകാൻ വിടൂല. മതത്തിൽ അങ്ങനെയൊക്കെ നിയമമുണ്ട്, അതൊന്നും നോക്കി എന്നത്തെ കാലത്ത് നടക്കൂല. അതുകൊണ്ട് തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈ പ്രസവത്തിൽ നിന്നും ഭർത്താവിന്റെ സുഖെടുക്കലിൽ നിന്നും മാറ്റി പെൺകുട്ടികളുടെ വ്യക്തിത്വം വളർത്തുന്നതിലും അവര് ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, അത് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആക്കി നമുക്ക് മാറ്റണം. ഈ ഹുക്കുമുകൾ നമുക്ക് മാറ്റണം. കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തുറന്ന് പറയണം. അല്ലാതെ നിങ്ങളുടെ ഈ പിത്തലാട്ടൊന്നും തൽക്കാലം നിങ്ങൾക്ക് 2 ആഴ്ച കോഴിക്കോട് കടപ്പുറത്തൊക്കെ നടക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഇത് പോകൂല എന്ന് പോകാൻ നമ്മൾ വിടൂല. നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയും. ഞാൻ ഇപ്പൊ കുറെ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ മറുപടി പറയും. അങ്ങനെ പെണ്ണിനെ ഒതുക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ എവിടെയില്ല. പക്ഷേ ഇസ്ലാമിൽ ഈ റോള് കൃത്യമാണ്. അതുകൊണ്ടാണ് അവളുടെ വസ്ത്രം പോലും കൃത്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫ്രീ മിക്സിങ്ങിൽ പരസ്പരം അട്രാക്റ്റഡ് ആയിട്ട് പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അത് പെണ്ണിന് മാത്രമല്ല, പുരുഷനും ഈ വസ്ത്രത്തിന്റെ റൂളുണ്ട്. അതാണ് ഫ്രീ മിക്സിംഗ്. പുരുഷനെ നമ്മൾ ഒന്ന് കണ്ണ് താഴ്ത്താൻ. ഒരു മിനിറ്റ്, ഹിജാബിലേക്കൊക്കെ നമുക്ക് വരാം. ഈ പറഞ്ഞ ഈ ഫ്രീ മിക്സിംഗ് എന്ന സാധനം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മിക്സഡ് കോളേജുകളിലും സ്കൂളുകളിലും പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്ന് പഠിക്കുന്നതിന് ശരീഅത്ത് അനുവാദം ഉണ്ടോ ഇല്ലേ? പെൺകുട്ടികൾക്ക് അധികാരം ഉണ്ടോ ഇല്ലേ? അവകാശം ഉണ്ടോ ഇല്ലേ? മറുപടി പറയോ? ഏത് മൊലിയാരാ പറയാ? ഏത് ഡോക്ടറെ പറയാ? കാത്തിരിക്കണം. പുരുഷനെ ഒന്ന് ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണ് താഴ്ത്താനാണ്. അത് പുരുഷനോടാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് പുരുഷനും റൂളുണ്ട്. പുരുഷന് ശരീരത്തിന്റെ എത്ര ഭാഗം മറക്കണം എന്ന് കൃത്യമായ റൂളുണ്ട്. ഇതേപോലെ പെണ്ണിനും റൂളുണ്ട്. അതാണ് കേട്ടോ.
അതായത് നിങ്ങൾ ഈ വിവേചനം എന്ന് പറയണ്ട. കാരണം സ്ത്രീകളോട് പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ പുരുഷന്റെ ഹിജാബ് നിങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ ഹിജാബ് പറഞ്ഞാൽ ആ മൂടി കെട്ടി നടക്കുക എന്നുള്ളതാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ആ കാരണം ഉസ്താദ് ഒന്ന് പറഞ്ഞുതരും. അവിടെയാണ് നമ്മൾ ഈ വടിവൊക്കെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് പെണ്ണിന്റെ ശരീരം കൂടുതലായി മറക്കാൻ പറയണമെന്ന് വെച്ചാൽ പെണ്ണിന്റെ ശരീരം പുരുഷനെ അട്രാക്ട് ചെയ്യിക്കും. പ്രത്യേകിച്ച് പെണ്ണിന്റെ ശരീരത്തിന്റെ ഷേപ്പ് എന്നുള്ളത്, അവളുടെ ശരീരത്തിന്റെ കോണ്ടൂർ, പെണ്ണിന്റെ ശരീരം നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു കെറുവാണ്. ആ കെറുവാണ് സത്യത്തിൽ പുരുഷനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുമ്പോൾ ആ കെറുവ് പുറത്തേക്ക് കാണരുത് എന്ന് പ്രത്യേകം പറയുന്നത്. അത് നേലടിച്ച് അകത്തേക്ക് കാണാൻ പാടില്ല. അതൊന്നും ഒരു ഒപ്രഷൻ അല്ല സത്യത്തിൽ. അവനവന്റെ ഞരമ്പ് വെച്ചിട്ട് എല്ലാവരും വില ഇരുത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ ആളുകൾക്ക് ഓരോ ഭാഗം കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും. ഒന്ന്, ഇനി പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവും. അത് കെർവ് വെച്ചിട്ടാണ്. കെർവിൽ തന്നെ മുൻകർവാണോ പിൻകർവാണോ, ഇങ്ങനെ പലതും ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇയാൾക്ക് സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചും പുരുഷന്റെ നോട്ടത്തെക്കുറിച്ചും ആകെ നമ്മളിപ്പം 100,000 കാര്യങ്ങളായിട്ട് ഓടി നടക്കുന്ന മനുഷ്യന്മാര് സ്ത്രീകളുടെ കെർവും ഒക്കെ എടുക്കുക. ഇനി ഇത് നോക്കി നടക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചോ, അപ്പൊ ഒന്ന് വായി നോക്കുന്ന ആൾക്കാരാണ് എങ്കിൽ പുരുഷന്റെ കർവ് സ്ത്രീനെ അട്രാക്ട് ചെയ്യൂല. പുരുഷന്റെ മുഖവും ഇപ്പൊ മുട്ടും പൊക്കളും മാത്രം മറിച്ചിട്ട് നമ്മളെ നാട്ടിലെ ജിമ്മൻ കുട്ടികൾ ഇറങ്ങി നടക്കുക എന്ന് വിചാരിക്കുക. പർദ്ദട്ട് പോണ താത്താമാരെ ഒട്ടും അട്രാക്റ്റീവിലായിരിക്കും, അല്ലയോ? അല്ലേ മൂസക്കുട്ടിയെ? ഇസ്ലാമിക വസ്ത്രധാരണം അനുസരിച്ചിട്ട് ഒരു ഷോർട്സ് ഇട്ടാൽ മതി, അതെന്ന പുക്കളിന്റെ മോൾക്കൊന്നും കയറ്റി കെട്ടണമെന്നേ ഉള്ളൂ പുരുഷന്മാരെ സംബന്ധിച്ച്. അപ്പൊ പർദ്ദട്ട് ഹിജാബൊക്കെ ഇട്ട് പോകുന്ന താത്താർക്ക് ഈ ചെറുക്കന്മാരെ മുട്ടുപൊക്കൾ ഒഴികെ ബാക്കിയെല്ലാം യഥേഷ്ടം കാണാം. അവരുടെ ശരീര വടിവും അവരുടെ കർവൊന്നും സ്ത്രീകൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കൂലായിരിക്കും, അല്ലയോ ഉസ്താദേ? നിങ്ങൾ നേരത്തെ എന്താ ശരീരശാസ്ത്രമൊക്കെ പറയുന്നല്ലോ, നിങ്ങളത് ആലോചിച്ച് നോക്കി. ഇസ്ലാമിക വസ്ത്രധാരണ എല്ലാവരും സ്വീകരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ മുട്ടുമുക്കൾ മറിച്ചിട്ടുള്ള പിന്നെ മൊയ്ലിയരുട്ടികളും പറഞ്ഞിട്ടുള്ള മുസ്ലിം സ്ത്രീകളും മാത്രം തരുവി. ഇത് വേറെ എവിടെയെങ്കിലും പറയും. കോഴിക്കോട് കടപ്പുറത്തൊക്കെ പോയി എന്നിട്ട് ഇതിന്റെ കഥ രസമാണ്. ഇതിന്റെ പ്രചാരണ പരിപാടിയൊക്കെ ഞാൻ കണ്ടു. ആരും മൈൻഡ് ചെയ്യണതല്ല. അത് പോട്ടെ. പിന്നെ നമ്മളൊരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ള ഒരു നിലപാടിന്റെ രാഷ്ട്രീയമാണ് സത്യത്തിൽ ഞാൻ ഒരു മുസ്ലിം പെണ്ണ് ധരിക്കുന്ന ഹിജാബ് എന്നുള്ളത്. അത് അവളുടെ അഭിമാനത്തിന്റെ, അവളുടെ ഫെമിനിറ്റിയുടെ അങ്ങേ തലക്കൽ അവൾ ആ ഫെമിനിറ്റിയെ ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വസ്ത്രധാരണമാണ്. എന്ന് പറഞ്ഞാല് സ്ത്രീത്വത്തെ അങ്ങ് എന്താ പറയാ, അതിന്റെ പാരമ്യത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് വാസ്തവത്തിൽ നിഖാബ്. അതായത് മൊത്തം മൂടിയിട്ടുള്ള ആ ഒരു, അതിനേക്കാളും വലിയൊരു പ്രൊട്ടക്ഷൻ ഇനി കൊടുക്കാനില്ലാത്തതാണ് ഉസ്താദ് പറഞ്ഞത്. അതാണ് സ്ത്രീത്വം. അപ്പൊ ഒരു സ്ത്രീ തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ ശരീരം എൻ്റെ ഭർത്താവിനെ അല്ലാതെ ആരും കാണാൻ സമ്മതിക്കൂല എന്ന് തീരുമാനിച്ചിട്ട് ഈ ചാക്കെടുത്ത് അണിയലാണ് എന്നാണ് ഈ പറയണത്. അത് അവരുടെ അവകാശമാണ്, ഒരു രാഷ്ട്രീയ സംഭവമാണ്. ഇത് ആര് തീരുമാനിക്കും? അത് ഭർത്താവ് തീരുമാനിക്കും. അത്ര വ്യത്യാസമുള്ളൂ. സംഗതി ഇത് സ്ത്രീത്വത്തിന്റെ പരമമായിട്ടുള്ള ഒരു ബഹുമാന കൊടുക്കലാണ് ഈ വസ്ത്രം ധരിക്കല്. ഒരു രാഷ്ട്രീയ നിലപാടാണ്. പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആരെ തീരുമാനിച്ചതാ? അത് പുരുഷന്മാരെ തീരുമാനിച്ചത്. ഇത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഇഷ്യൂ ആക്കാനൊന്നും ഇല്ല എന്നാണ് പുസ്തകം പറഞ്ഞത്. ആയിക്കോട്ടെ. അവിടെയാണ് ലിബറലുകൾ ഇവരോട് സംസാരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ എന്തോ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ അസ്വസ്ഥതകളുണ്ട്, നിങ്ങൾ ഒരു അടിച്ചമർത്തൽ നേരിടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങണം, നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു പാട്രിയാർക്കിയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിനെ കുറിച്ചാണ്. ഇസ്ലാമിലൊന്നുമില്ല. ഇസ്ലാമിൽ ഇപ്പോൾ ആകെ പറഞ്ഞ പ്രൈമറി റെസ്പോൺസിബിലിറ്റി, പർദ്ദ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അതിനൊക്കെ പർവ്വതീകരിച്ച് വെറുതെ ലിബറലുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. വേറൊരു പ്രശ്നം ഇപ്പം ആ കുടുംബത്തിലില്ല എന്നാണ് ഉസ്താദ് പറയണത്. ശരിയായി കാര്യം അല്ലേ? ഇതേ ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേൺ കൺട്രീസിൽ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ ആളുകൾ മാറ്റി പറഞ്ഞ കുറേ സംഗതികളുണ്ട്. ബെറ്റി ഫ്രൈഡനെ പോലെ, അതേപോലെ തന്നെ സ്യൂ ബോർഡറിനെ പോലെയുള്ള ആളുകളൊക്കെ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഒരു കോൺഫെഷനിലായിട്ടാണ് പറയുന്നത്, ഞങ്ങൾക്കൊക്കെ ഒരു തെറ്റ് പറ്റി. കാരണം നമ്മൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഫാൻറ്റസൈസ് ചെയ്ത് കണ്ട സംഗതികളെല്ലാം അത് സത്യത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് സെക്ഷൽ റെവല്യൂഷൻ്റെ ഭാഗമായി. കാരണം ഒരു കാലത്ത് പെണ്ണിനെ കുടുംബത്തിനകത്ത് അടിച്ചൊതുക്കുന്നു എന്ന് നമ്മളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് സത്യത്തിൽ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ട് നമ്മളുടെ ബോഡിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളത് ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റസമ്മതങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഒരു സത്യത്തിൽ ഒരു
പാട്രിയാർക്കൽ അല്ല, ഇതൊരു പെണ്ണിൻ്റെ ഫെമിനിറ്റിയുടെ ആ ഒരു സെലിബ്രേഷനാണ് സത്യത്തിൽ ഇസ്ലാം അവൾക്ക് കൊടുക്കുന്ന റോള് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാം അല്ലേ? അതായത് ഈ പറഞ്ഞ ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത് ഭർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച് ഭർത്താവിന്റെ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാതെ ഭർത്താവിന്റെ കിടാങ്ങളെ പെറ്റുപോറ്റി അതിനെ നർച്ചർ ചെയ്യുക എന്ന ഈ പ്രൈമറി റോളിൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പർദ്ദയും അല്ലെങ്കിൽ ബുർഖയും, ഇതാണ് ഒരു സ്ത്രീത്വത്തിന്റെ മൂർധന്യാവസ്ഥ. ഇനി ഈ യഥാർത്ഥത്തിൽ പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പഠിക്കുകയും ജോലിക്ക് പോവുകയും വിവാഹം വൈകിപ്പിച്ച് വ്യക്തിത്വം വികാസവും വിദ്യാഭ്യാസവും അവരുടെ കരിയറും ഒക്കെയാണ് പ്രധാനം എന്ന് പറയുന്നത്. അത് ഈ പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ കുതന്ത്രമാണെന്നാണ് ഉസ്താദിന്റെ കുൽസിത സിദ്ധാന്തം. നിങ്ങൾ കേട്ടോക്കി, ഞാൻ വെറുതെ പറഞ്ഞല്ല, ഉസ്താദ് പറഞ്ഞു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജസീം കുട്ടമ്പൂർ, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ വിവാഹപ്രായമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് രണ്ട് എക്സ്ട്രീം എൻഡിലാണ് ആളുകൾ. ഒരു കൂട്ടർ വിവാഹപ്രായം വല്ലാതെ വിവാഹം വല്ലാതെ ലേറ്റ് ആക്കണം എന്ന് വാദിക്കുന്ന ആളുകൾ, എന്നാൽ അതേ സമയത്ത് വേറൊരു കൂട്ടർ എത്രയും നേരത്തെ വിവാഹം കഴിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ നേരത്തെ വിവാഹം കഴിപ്പിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വലിയ മഹാപണ്ഡിതന്മാർ തന്നെ വിവാഹം കഴിക്കാതെയുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സീരീസ് തന്നെ നടക്കുന്നുണ്ട്, അതായത് വിവാഹ പ്രായമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. നമ്മൾ അങ്ങനെ ഒരു വല്ലാതെ എക്സ്ട്രീമിലേക്ക് പോകേണ്ടതില്ല. അവർ ചോദിച്ചതുപോലെ അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണമെങ്കിൽ അതിനുള്ള സ്കോപ്പ് ഇസ്ലാമിലുണ്ട്, പക്ഷേ ഹലാലായ മാർഗത്തിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ഞാൻ ഈ പറഞ്ഞ പുരുഷാധിപത്യ മനോഭാവത്തിന്റെ സ്ത്രീവിരുദ്ധ നിലപാടാണ് വാസ്തവത്തിൽ സ്ത്രീകൾ പഠിക്കാൻ പോട്ടെ, ജോലിക്ക് പോട്ടെ, അതേപോലെ തന്നെ റിസപ്ഷനിലും അതേപോലെ എയർ ഹോസ്റ്റസുമാരൊക്കെ ആയിട്ട് സ്ത്രീകൾ വെക്കുന്നതെന്നാണ് ഉസ്താദിന്റെ സിദ്ധാന്തം. നമുക്ക് കാണാം. ഇതിൽ ഇപ്പോൾ വിവാഹം ഡിലേ ആക്കുന്നത് അത് സ്വന്തം തീരുമാനപ്രകാരമാണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു പെണ്ണ് വിവാഹം ഡിലേ ആക്കുമ്പോൾ അത് സ്വന്തം തീരുമാനപ്രകാരമാണോ എന്ന് സ്വയം ചോദിക്കണം നല്ലതാണ്. അതോ വേറെ ഏതെങ്കിലും ക്യാമ്പയിനിൻ്റെ ഭാഗമായി അവളിലേക്ക് വന്ന ഒരു ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഒരു പ്രതികരണമാണോ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ വിവാഹം ഡിലേ ആക്കണോ എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതെ, സ്ത്രീകൾ പർദ്ദ ഇടുന്നതൊക്കെ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയായിരിക്കും കേട്ടോ, അതൊന്നും അങ്ങനെ നിർബന്ധിക്കുന്നോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. പക്ഷെ സ്ത്രീ വിവാഹം വൈകിപ്പിക്കുകയാണെങ്കിൽ അത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ആണെങ്കിൽ കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ തന്നെയാണോ അതോ വല്ല ബ്രെയിൻ വാഷിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം വിവാഹം നേരത്തെ കഴിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ റിലീജിയസ് സ്റ്റേറ്റ്മെൻറ്റോ എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്ത് അതൊരു ബയോളജിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഡോക്ടേഴ്സിനോടൊക്കെ എടുത്തു നോക്ക്, ഫസ്റ്റ് ഡെലിവറിക്ക് ഏറ്റവും പറ്റിയ പ്രായം ഏതാ? ഒരു ഫസ്റ്റ് പ്രസവം നടക്കാൻ ഒരു പെണ്ണിന് ഏറ്റവും പറ്റിയ അനുയോജ്യമായ പ്രായം ഏതാ? ഒരു 19-20 വയസ്സാണ്. നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ഫെർട്ടിലിറ്റി ഡൗൺ ആവും. 35 കഴിഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് ഡൗൺ ആവും. 40 കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. 40 കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഗൈനക്കോളജിസ്റ്റിനോട് പോയി ചോദിച്ചോ. 45 കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മെനപ്പോസിലേക്കൊക്കെ പോയാൽ പിന്നെ IVF-ലേക്ക് പോകേണ്ടി വരും. ഒരു IVF ഒക്കെ സക്സസ് ആയി കിട്ടണമെങ്കിൽ പെർസെൻറ്റേജ് അതിൻ്റെ സക്സസ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒരു ബയോളജി ശരീരം പറയുകയാണ് ഞാൻ പ്രസവിക്കാൻ ഏറ്റവും നല്ലത് 19-20 ആണെന്നുണ്ടെങ്കിൽ അതൊരു ബയോളജിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് എന്തുകൊണ്ട് അവരോട് പറഞ്ഞുകൂടാ? അത് നിങ്ങൾ പറഞ്ഞോളി. അതിന് എന്തിനാണ് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളൊക്കെ കടിച്ചു കൊടുക്കുന്നത്? ശരിയാണ്, ഒരു ഡെലിവറിക്ക് വേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക പ്രസവത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആദ്യ പ്രസവത്തിന് അനുയോജ്യമായിട്ടുള്ള സമയം 19-20 എന്നൊക്കെയാണ് കടത്തി പറയാണ്. എന്തായാലും 20-30 ഇടയിലാണ്. അല്ലാതെ 19-20 കഴിഞ്ഞാൽ പിന്നെ 21-ാമത്തെ വയസ്സ് 22, 23, 24, 25, 26, 27, 28, 29 ഒക്കെ അവിടെ നീണ്ടു നടന്ന് കിടക്കുകയാണ്. അല്ലാതെ 19-20 നടന്നില്ലെങ്കിൽ പിന്നെ 30 ഒറ്റ ചാട്ടം നല്ലല്ലോ മൊയ്ലിയാരെ. നിങ്ങൾ ഒന്ന് ക്ഷമിക്കേ. നിങ്ങൾ എന്താ അത് സുബി കഴിഞ്ഞാൽ നേരെ വിഷയം എന്നല്ലല്ലോ. സുബി കഴിഞ്ഞാൽ പിന്നെ ലുഹുറും അസറും മഗ്രിബൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തൊരു ബേബലാദിയും ബേജാറുമാണ്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ പ്രൈമറി റോള് തെറ്റിപ്പോകുക എന്നുള്ളതാണ്. നർച്ചറിങ് ആണല്ലോ, സുഖാസ്വാദനം, പ്രസവം. അപ്പൊ പ്രസവത്തെ മാത്രം മുൻനിർത്തിയിട്ടാണ് സ്ത്രീകളുടെ ജീവിതത്തെ ഇവര് അളക്കുന്നത്. ഇനി ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസവത്തിന് വേണ്ടി പ്രസവിക്കുന്നത് സ്ത്രീകളാണ്, ശരിയാണ്. അതിനുവേണ്ടി അവരുടെ ജീവിതത്തിൽ അവർ മാറ്റിവെക്കേണ്ടുന്ന കാലഘട്ടം എത്രയാണ്? ഈ സ്ത്രീയുടെ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു പ്രസവമോ 2 പ്രസവം ഉണ്ടെങ്കിൽ അത് 22-ലോ 23-ലോ 24-ലോ 25-ലോ 30 വയസ്സിന്റെ ഉള്ളിൽ തന്നെ 2 പ്രസവം കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിലെ ഒരു 5-6 വർഷമാണിത്. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇതും ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ഭർത്താവിന്റെ കീഴൊതുങ്ങുന്ന ഈ പറയപ്പെടുന്ന ഈ കറുത്ത ചാക്കിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഈ നിലപാട് അതെന്തോ മഹത്തരമാണെന്നുള്ള വാദമാണ്. ഇനി ഒരു സ്ത്രീയുടെ പ്രസവം എന്ന് പറയുന്നത് ആ സ്ത്രീ തീരുമാനിക്കണല്ലേ പ്രസവിക്കണോ വേണ്ടേന്ന്? അങ്ങനെയാണോ? അങ്ങനെയല്ല. ആ സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ടോ ഇസ്ലാമിൽ? കല്യാണം കഴിഞ്ഞവരെ ഏൽപ്പുണ്ട്, കല്യാണം കഴിഞ്ഞില്ല.
കാരണം കല്യാണം കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഈ പ്രക്രിയകളുടെയും ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം പുരുഷനാണ്, ലൈംഗികാവയവത്തിൻ്റെയും ബാക്കി പ്രവർത്തനങ്ങളുടെയൊക്കെ. കാരണം അതിന് പഠിച്ചവൻ അതിന് നർച്ചർ ചെയ്യാനുള്ള ശരീരം കൊടുത്തിട്ടുണ്ടല്ലോ എന്നാ. ഇതാണ് ഇവരുടെയൊക്കെ ഒരു നിലവാരം എന്നാലോചിക്കാം. ഇനി അടുത്തത്, അതേസമയം നിങ്ങളിപ്പോൾ ഈ സമയത്ത് പ്രസവിച്ചാൽ അത് നിങ്ങളെ കരിയറിനെ ബാധിക്കും. അതൊരു വേറൊരു തരത്തിലുള്ള ക്യാമ്പയിനിങ് ആണ്. ആ ക്യാമ്പയിനിങ് അപ്പുറത്ത് നടക്കുമ്പോൾ അത് ആര് ഡിസൈൻ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ അകത്താണ്, ഞങ്ങളൊരു പാട്രിയാർക്കൽ ഇതിലാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതൊക്കെ. അതൊരു മെയിൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഒരു ലിബറൽ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് നോക്ക്. ഞാൻ വിവാഹം കഴിക്കാതെ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ എൻ്റെ കരിയറിലേക്ക് പോയി ഞാൻ 40-40 വയസ്സ് വരെ ഞാൻ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത് അത് ആരുണ്ടാക്കിയ സ്ട്രക്ചറാണ്. അതാണ് സത്യത്തിൽ ഒരു മെയിൽ സ്ട്രക്ചർ, ഒരു പാട്രിയാർക്കൽ സ്ട്രക്ചർ എന്നുള്ളത്. കാരണം അത്രയും കാലം ആ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവനെതിരെയൊക്കെ ഇവിടുത്തെ സ്ത്രീകൾ പരാതി കൊടുക്കും. ഇതൊക്കെ കേട്ടിരിക്കുന്ന സ്ത്രീകൾ ഇതിനെതിരെ പരാതി കൊടുക്കുകയും ഇയാൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി എടുക്കേണ്ട അങ്ങേയറ്റത്തെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത് കേൾപ്പിക്കാതെ വേറെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. സ്വതന്ത്രമായി പഠിക്കുകയും ജോലി നേടുകയും സ്വതന്ത്രമായി ജോലി ചെയ്തുകൊണ്ട് ഒരു കരിയർ ബിൽഡ് ചെയ്ത് സ്വന്തമായ വ്യക്തിത്വം ഉണ്ടാക്കുകയും സ്വന്തം കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ആരാണെന്നാണ് ഇയാൾ പറഞ്ഞു നോക്ക്. ഇയാൾ സമൂഹത്തിൽ മാന്യനായിട്ട് നടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് ഞാൻ വിവാഹം കഴിക്കാതെ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ എൻ്റെ കരിയറിലേക്ക് പോയി ഞാൻ 40-40 വയസ്സ് വരെ ഞാൻ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത് അത് ആരുണ്ടാക്കിയ സ്ട്രക്ചറാണ്. അതാണ് സത്യത്തിൽ ഒരു മെയിൽ സ്ട്രക്ചർ, ഒരു പാട്രിയാർക്കൽ സ്ട്രക്ചർ എന്നുള്ളത്. കാരണം അത്രയും കാലം ആ പെണ്ണിനെ ഉപയോഗിക്കാൻ മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി എങ്ങനെയൊക്കെ കിട്ടും വിശദമായിട്ട് പറഞ്ഞുതരും കേട്ടോ. നിങ്ങളൊക്കെ ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നത്? നിങ്ങൾ റിസപ്ഷൻ നോക്ക്, നിങ്ങൾ സെക്രട്ടറി പോസ്റ്റ് നോക്ക്, നിങ്ങൾ എയർ ഹോസ്റ്റസ് നോക്ക്. ഇത്തരം ഹോസ്പിറ്റാലിറ്റി മുമ്പിൽ വരുന്ന കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തുന്ന ഹോസ്പിറ്റാലിറ്റി പോസ്റ്റുകളെല്ലാം പെണ്ണിനെ വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് ആണിനൊരു സംതൃപ്തി കിട്ടും. അതിനാണ് അവൾ അവിടെ വെക്കുന്നത്. അത്തരം ജോലികൾക്ക് ആളെ കിട്ടണമെങ്കിൽ വിവാഹം കഴിക്കാതെ എത്രത്തോളം സ്ത്രീ ഡിലേ ആകുന്നുണ്ടോ അത്രയും സമയം അവളുടെ സെക്ഷുവാലിറ്റിയെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആക്കാനുള്ള മാർഗങ്ങൾ അതിന് ഡിസൈൻ ചെയ്ത ഒരു സ്ട്രക്ചറിലേക്ക്, ഒരു മെയിൽ ഡൊമിനന്റ് പാട്രിയാർക്കൽ ആയ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ തലവെച്ച് കൊടുക്കണോ? ഇതിനൊന്നും ഞാൻ മറുപടി പോലും പറയേണ്ട കാര്യമില്ല. ഈ സ്വതന്ത്രമായി പഠിക്കും ജോലി ചെയ്യും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ്. ഇതൊക്കെ ഏതോ ഇവിടുത്തെ ബിസിനസ് കുത്തകമാർ സംവിധാനിച്ചിട്ട് ഇങ്ങനെ സ്ത്രീകളെ അവൈലബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണ്. അങ്ങനെ പോകുന്നവരൊക്കെ അവർ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിനൊന്നും ഞാൻ മറുപടി പോലും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ എന്താ പറയുക മനോധർമ്മത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രതികരണമായി നടത്താം. ഇനി അടുത്തത് കുറച്ചുകൂടി കടന്ന മറുപടി. അതോ ഒരു മുസ്ലിം സ്ത്രീക്ക് അവിടെ ഉള്ളത് ഞാനൊരു മെയിൽ സ്ട്രക്ചറിന്റെയും അടിമയല്ല, ഞാൻ എൻ്റെ ദൈവം പറഞ്ഞ സ്ട്രക്ചറിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇതിലുള്ള പ്രശ്നം. ആ ക്യാമ്പയിനിങ് നടക്കുന്നത് കൊണ്ടാണ്, ആ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പെൺകുട്ടികൾ ഞാൻ എൻ്റെ വിവാഹം ഡിലേ ആക്കുന്നു എന്നുള്ള തരത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതെ, അപ്പൊ ക്യാമ്പയിനാണ് പ്രശ്നം. ഓ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ. അതുകൂടി ഒന്ന് കേൾക്കണം. അത് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളത് അവസാനം ഒന്നിച്ച് പറയാം. അതല്ല സ്വയം പറയുകയാണെങ്കിൽ അത് അവരുടെ ഒരു അവകാശമാണ്. ഒരു കുട്ടി സത്യത്തിൽ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ എന്താണ് അവളുടെ ഓവുലേഷനിൽ സംഭവിക്കുന്നത്? അവളുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഓവുലേഷൻ 14 വയസ്സിൽ നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ അവളുടെ ശരീരം ഒരു സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് എൻ്റെ ഒരു നീഡാണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ബയോളജിക്കൽ റൈറ്റ് ആണ്. അത് രാജ്യത്തൊരു നിയമം അതിനെ റിസ്ട്രിക്റ്റ് ചെയ്യാണ്. ഞാൻ നിർത്തി. 13-14 വയസ്സായ പെൺകുട്ടികളൊക്കെ അവർ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പേമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം പോലും. അതിനാണോ 25, 30, 55, 60, 70 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 12-13 വയസ്സുള്ള മീൻസ് കിളവന്മാർക്ക് ഈ 12-13 വയസ്സുള്ള കുട്ടികളെ കെട്ടിച്ചു കൊടുക്കേണ്ടത്? ഇവന്റെ സ്പേമിന്റെ അതിപ്രസരം അത് ഈ 12-13 വയസ്സുള്ള പെൺകുട്ടികളുടെ മേലിൽ തീർക്കണം എന്നാണോ? ആണോ? അതാണ് നിങ്ങളെ ബയോളജിക്കൽ നീഡ്? അതാണ് നിങ്ങളെ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രയോറിറ്റി? അതാണ് നിങ്ങളെ പടച്ചോൻ കൊടുത്തുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി? അതാണ് നിങ്ങളെ പടച്ചോൻ പറഞ്ഞുള്ള കിതാബിലെ നിയമം? എടുത്തോണ്ട് പോയി തോട്ടിക്കളയാ, ചാലിയാറിലേക്ക് ഒഴുക്കി വിടടോ നിന്റെ കിതാബ്. നാട്ടിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ, 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബയോളജിക്കലായിട്ടുള്ള നിങ്ങൾ പറയണ പ്യൂബേർട്ടി എത്തും. ആ കുട്ടികളൊക്കെ സ്പേമിന് വേണ്ടി കാത്തിരിക്കണം. ഇവനെയൊക്കെ മുക്കാലി കെട്ടി അടിച്ചാൽ മതിയോ? നിങ്ങൾ പറയും. ഇവനൊക്കെ ഇതുപോലത്തെ വൃത്തികേട് പറഞ്ഞിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് 2 കാലിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ കോഴിക്കോടത്തെ പുരുഷന്മാരെ, മനുഷ്യരെ നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം? എന്തിനു കൊള്ളാം നിങ്ങളെ? ഇനി അടുത്ത ബീച്ചിൽ കയറി ഇയാൾ ഇതേ വൃത്തികേട് ആവർത്തിക്കുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഈ സ്പേമിന് വേണ്ടി ദാഹിക്കുക എന്ന് പറഞ്ഞല്ലോ, ഈ സ്പേം ഏത് പ്രായത്തിലാ ഫോം ചെയ്യുന്നതും ഇത് ഈ അവസ്ഥയിലേക്ക് ആൺകുട്ടികളെത്തുന്നതും? അതും ഈ 13, 14 വയസ്സിലും 15 വയസ്സിലും നടക്കൂലേ? അതും വിചാരിച്ചിട്ട് ഇവനൊക്കെ എവിടുന്ന് കുറ്റം പറിച്ചു വരണമെന്ന് പറയും. ഇവരൊക്കെയാണ് വലിയ സാമൂഹ്യ പ്രവർത്തകർ, ഇവരൊക്കെയാണ് അള്ളാന്റെ ദീനിന്റെ പ്രചാരകർ. നിങ്ങൾ നല്ലോണം തെരുവിലിറങ്ങി നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ മുസ്ലിം പെൺകുട്ടികളോട് വർത്താനം പറയണം, മുസ്ലിം പെൺകുട്ടികളമ്മമാരോട് വർത്താനം പറയണം. ഞാൻ ചോദിക്കുന്നത്, ഈ സ്റ്റേജ് കുത്തിരിക്കുന്ന ഹമുക്കുകളുടെ വീട്ടിൽ സ്ത്രീകളില്ലേ? എന്തെങ്കിലൊക്കെ ഇവരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? 12, 13 വയസ്സുള്ള കുട്ടികൾ സ്പേമിന് വേണ്ടി ദാഹിച്ച് നടക്കുക. ഇതേവിടെ വേറൊരു ഹമുക്ക്, ഓനിക്കിത് എന്താ പ്രശ്നം തന്നെ മനസ്സിലായിട്ടില്ല. എങ്ങനെ മനസ്സിലാവാനാണ്? തലയിൽ മുഴുവൻ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയും പ്രൈമറി റോളും കുത്തിത്തിരികിയാൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഇതിവിടെ കഴിഞ്ഞിട്ടില്ല. ഈ മതഭ്രാന്തന്മാര്, ഇത് മതഭ്രാന്താണ്, വേറൊന്നല്ല. ഈ മതഭ്രാന്തന്മാർ തെരുവിലിറങ്ങിയപ്പോൾ, ബീച്ചിലിറങ്ങിയപ്പോൾ പറഞ്ഞു കൂട്ടിയതും കാട്ടിക്കൂട്ടിയതുമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇതിന്റെ പുറകെ വരും. തൽക്കാലം ഇന്നത്തേക്ക് നീ ഇത് പിടി മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതിന്റെ തന്നെ മറ്റൊരു പാർട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ടോ വരും. എന്തായാലും ഇതിന്റെ ബാക്കി വീഡിയോകൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം.